വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോവുകയാണ്. അതിനാധാരമായി എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുവീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവീൻ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം വെളിപ്പാടുകളുടെ ഒരു കലവറയാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫെസോസിലുള്ള സഭയ്ക്ക് ഈ ലേഖനം ആത്മാവിൽ വെളിപ്പാടിൽ എഴുതി കൈമാറുമ്പോൾ ദൈവസഭയ്ക്ക് ലഭിച്ചത് വളരെ ആഴമേറിയ മറഞ്ഞുകിടന്ന അനവധി മർമ്മങ്ങളാണ്. ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസിക്ക് ലഭ്യമായ ആത്മീക സമ്പത്തിനെ കുറിച്ച് പൗലോസ് പറയുന്നു. നമുക്കെന്താണ് വിശ്വാസത്തിലേക്ക് വന്നതിനാൽ ലഭ്യമായി തീർന്നത്? ഒരു വിശ്വാസിക്ക് ലഭിച്ചതായിട്ടുള്ള സ്പിരിച്വൽ ബ്ലെസ്സിങ്ങുകളെ കുറിച്ച് എഫെസ്യർ 1-ൽ പറയുന്നു. എഫെസ്യർ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ആത്മീകമായ സമ്പത്തും വീണ്ടെടുപ്പ് നിമിത്തം, ആ റിഡംഷൻ വഴി യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നിമിത്തം നമുക്ക് ലഭിച്ചതായ ആ അനുഗ്രഹത്തിൻ്റെ വഴികളെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ പറയുന്നു. 3-ാം അധ്യായത്തിൽ ഒരു വിശുദ്ധൻ്റെ ദൗത്യത്തെക്കുറിച്ച്, ഒരു ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുന്നു. 4-ാം അധ്യായത്തിലാണ് നമ്മെ ദൈവം വിളിച്ച വിളിയുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്, ആ പർപ്പസ് എന്താണെന്നുള്ളത്, ദൈവത്തിൻ്റെ ആ ഉദ്ദേശം, നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ പദ്ധതികൾ നമ്മുടെ മേളിൽ എന്താണെന്നുള്ളതാണ് എഫെസ്യർ 4-ൽ പറയുന്നത്. എഫെസ്യർ 5-ലാണ് വിളിക്കപ്പെട്ട ഒരു വിശുദ്ധൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ കടപ്പാടുകൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കുന്നത്. എന്നാൽ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിളിക്കപ്പെട്ട ഒരു വിശുദ്ധൻ, ഒരു ദൈവപൈതൽ, വീണ്ടെടുക്കപ്പെട്ടവൻ ഒരു പോർക്കളത്തിലാണ്, അവനൊരു യുദ്ധമുണ്ട്, ആ യുദ്ധത്തിൽ അവൻ ജയിക്കേണ്ടതാണ് എന്ന സത്യത്തെ അവിടെ വ്യക്തമാക്കുന്നത്. ഈ 6 അധ്യായങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ആഴമേറിയ ദൈവികമായ മർമ്മങ്ങൾ, വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് മറനീക്കി കാണിച്ചു തരികയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഫൈനലി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. ഫൈനലി നമ്മളെല്ലാവരും ഒരു അവസാന സമയങ്ങളിലേക്ക്, ഒരു ഫൈനൽ ടൈമിലേക്ക് വന്നിരിക്കുകയാണ്. 2 സത്യങ്ങൾ, 2 ആത്മീക മർമ്മങ്ങൾ ഈ ഫൈനലി എന്ന, ഒടുവിൽ എന്ന വാക്കിനുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും ആ അന്ത്യകാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ആ അന്ത്യകാലത്തിലേക്ക്, അവസാന നാളുകളിലേക്ക്, ആ ഫൈനൽ ഡേയ്സിൽ നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി സമീപമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെ, മേഘപ്രത്യക്ഷതയെ വിളിച്ചറിയിക്കുന്ന ഈ ഒടുവിലത്തെ നാളുകൾ എന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള അധ്യായത്തിൽ, അല്ലെങ്കിൽ 6 വരെയുള്ള അധ്യായത്തിൻ്റെ ഏകദേശം 9 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട്
ഹല്ലേലൂയ. അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇതിൻ്റെ എല്ലാം ശേഷം ഒടുവിൽ എന്നും നമുക്കവിടെ അതിനെ ചിന്തിക്കാനായി കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നാം ശക്തി പ്രാപിക്കുക. എന്തുകൊണ്ടാണ്? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. അപ്പോൾ പൈശാചിക മണ്ഡലത്തിന്, പൈശാചിക മേഖലകൾക്ക് തന്ത്രങ്ങളുണ്ട്, അവർക്ക് ആയുധങ്ങളില്ല. പിശാച് എപ്പോഴും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ഡെസ്പാക്കുവാൻ, നിങ്ങളെ ഡിസപ്പോയിൻറ്റഡ് ആക്കുവാൻ, നിങ്ങളെ നിരാശരാക്കുവാൻ ഉപയോഗിക്കുന്നത് തന്ത്രങ്ങളാണ്, പൈശാചിക തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പലയിടങ്ങളിലും സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. 2 കൊരിന്ത്യർ 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. കാരണം കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു, ക്രൂശിൻ്റെ മേൽ യേശു കർത്താവ് പൈശാചിക മണ്ഡലത്തിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി അവറ്റകളെ ആയുധവർഗം വെപ്പിച്ചു, പരസ്യ കാഴ്ചയാക്കി, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകളെ മായിച്ചു, മറയ്ക്കുകയല്ല മായിച്ചു. ഹല്ലേലൂയ. പൈശാചിക മേഖലകളെ യേശു പരാജയപ്പെടുത്തി. എന്നാൽ ഇന്ന് പിശാച് പ്രവർത്തിക്കുന്നത് തന്ത്രങ്ങളിലൂടെയാണ്. അതിൽ പൈശാചിക മേഖലയുടെ, സാത്താന്യ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം അവൻ മെനയുന്നത് മനുഷ്യൻ്റെ ചിന്തകളിലൂടെയാണ്. അവൻ്റെ ചിന്തകളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അവനെ പല ചിന്തകൾ കൊടുത്തുകൊണ്ട് അവനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമുക്ക് തിരിച്ചറിയുവാനായി കഴിയണം. ചില ആൾക്കാർ പറയുന്നു, ഞാനിപ്പോൾ വളരെ ഡെസ്പാണ്, എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളുണ്ട്, ഒരുപാട് ഞാൻ ചിന്തിച്ചാകുലപ്പെട്ടിരിക്കുകയാണ്, ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം എന്നെ ഭരിക്കുകയാണ്, ഞാൻ വല്ലാതെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇത് പിശാചിൻ്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ. ആദിയിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ പൈശാചിക തന്ത്രം അവൻ ഓപ്പറേറ്റ് ചെയ്തത് അവിടെ അങ്ങനെയായിരുന്നു. കാരണം നമുക്കറിയാൻ കഴിയുന്നുണ്ട്, ആദവും ഹൗവയും ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ സാത്താൻ ആദത്തോടും ഹൗവയോടും ചോദിക്കുകയാണ്, നിശ്ചയമായും ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിശ്ചയമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സംശയിപ്പിക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണ്. സർവശക്തനാകുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ വന്നതിന് ശേഷം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ഏദനിൽ വന്ന് വിളിച്ചു, ആദമേ നീ എവിടെയാണ്? അവർ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൊണ്ട് അരയാള തുന്നി ഉണ്ടാക്കി നഗ്നത മറച്ച് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒളിച്ച് നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വിളി കേട്ട് മുൻപിൽ വന്ന് നിന്നു. എന്നിട്ട് വേദപുസ്തകത്തിൽ ആദവും ഹവ്വയും ദൈവത്തോട് പറയുന്നു, ദൈവമേ ഞങ്ങൾ നഗ്നരാണ്. പക്ഷെ ദൈവം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ നിങ്ങളെ തേജസ്സിൻ്റെ വസ്ത്രമുടിപ്പിച്ച് ഏദനിൽ നിർത്തിയപ്പോൾ, ഞാൻ നിങ്ങളെ വിശുദ്ധിയുടെ വസ്ത്രമുടിപ്പിച്ച് ഏദനിൽ നിർത്തിയപ്പോൾ നിങ്ങൾ നഗ്നരല്ലായിരുന്നല്ലോ. ഇതിൻ്റെ ഇടയിൽ ആരാണ് നിങ്ങളുടെ ചിന്തകളെ കയ്യിലെടുത്തത്? ആരാണ് നിങ്ങളെ പാപത്തിലേക്ക് വലിച്ചിഴച്ചിട്ടത്? ഹല്ലേലൂയ. ദൈവം ചോദിക്കുകയാണ്, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ മനസ്സിൽ പിശാച് ചിലപ്പോൾ പറയും, നീ ഒരു പരാജിതയാണ്, നീ ഒരു പരാജിതനാണ്, നിൻ്റെ കുടുംബജീവിതം തകർന്നു പോകും, നിൻ്റെ ജീവിതം ഇല്ലാതെയാകും, നിൻ്റെ വിദ്യാഭ്യാസം മുൻപോട്ട് പോകില്ല, അല്ലെങ്കിൽ നിൻ്റെ ബിസിനസ് പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ നിനക്കൊരു ശുശ്രൂഷ ഇനി ഇല്ല, നിനക്ക് ഇനി മുന്നേറാൻ കഴിയത്തില്ല. നിന്നെ ഡെസ്പാക്കാൻ, നിന്നെ ഡൗൺ ആക്കാൻ, നിന്നെ ഡിസ്കറേജ്ഡ് ആക്കാൻ പിശാച് തന്ത്രങ്ങൾ മെനയും. അല്ലെങ്കിൽ നിനക്ക് ആ രോഗം വരും, നീ മരിച്ചു പോകും, നിനക്ക് ഈ പ്രശ്നം വരും, നിൻ്റെ കുടുംബം അനാഥമാകും. ഇങ്ങനെ തിന്മകളുടെ, ഭോഷ്കുകളുടെ ഒരു നിര തന്നെ നിങ്ങളുടെ മൈൻഡിൽ പൈശാചിക മണ്ഡലം കുത്തിവെക്കുവാനിടയായി തീരും. ആ തന്ത്രങ്ങളെ, അവൻ്റെ ആ തന്ത്രങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ചിന്തകൾ വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രമേ നാം തിരഞ്ഞെടുക്കാവൂ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി പോകുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ ഗ്രോസറി ഷോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും നമുക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളതല്ല, അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും നമുക്ക് വാങ്ങിക്കാനുള്ളതല്ല. നമുക്ക് അതിനകത്ത് വേണ്ടുന്ന ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നേക്കാം. പക്ഷേ അതിൽ വേണ്ടത് മാത്രമേ എടുക്കാവൂ.
വേണ്ടാത്തത്, പൈശാചികമായത്, ഡിമോണിക്കായത്, ആ ഇൻഫ്ലുവൻസുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുവാൻ, അതിനെ ശാസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ഇന്ന് ആ മേഖലയെക്കുറിച്ച് ചില മിനിറ്റുകൾ നിങ്ങളോട് പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പോലും ഈ മേഖലയിൽ ഭയങ്കരമായ ഫൈറ്റിംഗ് അനുഭവിച്ച മനുഷ്യനാണ്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നത്. 23-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് അവിടെ എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പോരാട്ടം എനിക്കുണ്ട് എന്ന് പൗലോസ് പറയുന്നത്. തൻ്റെ ചിന്താമണ്ഡലങ്ങളോട്, തൻ്റെ അവയവങ്ങളോട്, തൻ്റെ മനസ്സിനോട്, തൻ്റെ വികാരങ്ങളോട്, തൻ്റെ ഇച്ഛകളോടൊക്കെ സാത്താന്യ മണ്ഡലം പൊരുതിയ മേഖലകളിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ അതിനെ എങ്ങനെയാണ് ജയിച്ചത്? ആ പൗലോസ് അപ്പോസ്തലൻ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ വ്യക്തമാക്കുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ ജഡത്തിലല്ല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞങ്ങളുടെ പോരിൻ്റെ ആയുധം എന്താണ്? പോര്. ഈ പല ആൾക്കാരും പോരാട്ടമാണെന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ റിയൽ ഫൈറ്റ് എന്ന് പറയുന്നത്? അതാണ് അടുത്ത വാക്യം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. സങ്കല്പങ്ങൾ, ഇമാജിനേഷൻസ്, വിചാരങ്ങൾ, തോട്ട്സ്, എല്ലാ തിന്മയുടെ ഇമാജിനേഷൻസ്. നിങ്ങളുടെ മൈൻഡിനകത്ത് പല കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കും പൈശാചിക ശക്തികൾ. തിന്മയുടെ ഇമാജിനേഷൻസ്, നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്സ്, ഇമാജിനേഷൻസ് ആൻഡ് തോട്ട്സ്, സങ്കല്പങ്ങളും വിചാരങ്ങളും. ആ സങ്കല്പങ്ങളുടെ വിചാരങ്ങളുടെ കോട്ടയെ പൈശാചിക പോരാട്ടവുമായിട്ടുള്ള ബന്ധത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന ഈ മേഖലയെ തിരിച്ചറിഞ്ഞ് അതിനെ ഇടിച്ച് അതിനെ ജയിച്ച് മുന്നേറുവാൻ ഇന്ന് കർത്താവ് ചിലർക്ക് കൃപ ചെയ്യാൻ പോവുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യമല്ലേ, ഒരു ചെറുപ്പക്കാരൻ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ, ഒരു മൊബൈൽ ഫോണുമായിട്ടിരിക്കുമ്പോൾ, അവൻ ആ ഇരിക്കുന്ന ഇരിപ്പിൽ അവൻ്റെ മൈൻഡിനെ പൈശാചിക ശക്തികൾക്ക് കയ്യിലെടുത്തുകൊണ്ട് ബാഡ് ഇമാജിനേഷൻസ്, തെറ്റായ സെക്ഷൽ ഇമാജിനേഷൻസ്, ഇമ്മോറൽ ഇമാജിനേഷൻസ് അവന് കൊടുത്ത് അവനെ അവിടെ ഇരുത്തി പാപത്തിൽ തള്ളിയിടാൻ പിശാചിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് ദുബായിൽ പോയിട്ട് വരാം. ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലയിടത്തും സഞ്ചരിക്കാം. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്കുള്ളതല്ല, അതെല്ലാം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളതല്ല. അതിൽ ചിലത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനെ മാത്രം, നിങ്ങൾക്ക് നന്മയായി പരിണമിക്കുന്നതിനെ മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി കഴിയണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഇമാജിനേഷൻസും സങ്കല്പങ്ങളും വിചാരങ്ങളും ഞങ്ങൾ പിടിച്ചടക്കുന്നു. 2, അതിനെ ഞങ്ങൾ ഇടിച്ചു കളയുന്നു. കാരണം അതൊരു കോട്ടയായി രൂപപ്പെടുന്നു. ഓരോ ചിന്തകളും ഓരോ നാരുകളാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ ചിന്തകളും ഓരോ നാരുകൾ പോലെയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ആ പ്രാർത്ഥിക്കുന്ന പായ അല്ലെങ്കിൽ ആ കാർപ്പറ്റ് ഒരു നാരല്ല, പല നാരുകൾ ചേർന്ന് നെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പല നൂലുകൾ ചേർത്ത് തയ്ച്ചിരിക്കുന്നതാണ്.
ഇതുപോലെ പല പല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതൊരു കോട്ട പോലെയാക്കി അതിനകത്ത് നിങ്ങളെ കയറ്റിയിരുത്തി ആ സങ്കല്പത്തിൻ്റെ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നിന്നെ നിരാശപ്പെടുത്തി ഇരുത്താൻ പൈശാചിക മണ്ഡലത്തിന് സാധിക്കും. അതവൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. അതിനെ നമുക്ക് ഇടിക്കാൻ, പൊളിക്കാൻ ദൈവത്തിൻ്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ. ഇത് വേറെ എങ്ങും പരിഹരിക്കപ്പെടില്ല. ഇത് ദൈവസന്നിധിയിൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇത് പ്രാർത്ഥനയിൽ ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് പരിശുദ്ധാത്മ ശക്തിയാൽ, അഭിഷേകത്താൽ ഇടിക്കേണ്ട ഒന്നാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് കൊണ്ടുവരുന്ന സകല നിരാശകളും, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സകല പൈശാചിക ഈവിൽ തോട്ടുകളും, ഇമ്മോറൽ തോട്ടുകളും, ബാഡ് തോട്ട്സുകളുമെല്ലാം സ്വർഗത്തിലെ ദൈവം യേശുവിൻ്റെ നാമത്തിൽ ഇടിച്ചു കളയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഇങ്ങനൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ പോലും അറിയാതെ സാത്താന് പ്രവർത്തിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 2 കൊരിന്ത്യർ 2:11 പൗലോസ് പറയുന്നുണ്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ, ട്രിക്കുകളാണ്, ആയുധങ്ങളില്ല. അതുകൊണ്ട് എഫേസ്യർ 4:27 അപ്പോസ്തലൻ പറയുന്നുണ്ട്, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അവന് ശരിക്കും പറഞ്ഞാൽ ചിന്തകളിലൂടെയോ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളിലൂടെയോ സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവൻ വലിയ ഫ്ലാറ്റ് പണിഞ്ഞിട്ട് പോകും. ഞാൻ അങ്ങനെയാണ് പലപ്പോഴും പറയുന്നത്. കാരണം പൈശാചിക മണ്ഡലത്തിനൊരല്പം ഇടം കൊടുത്താൽ മതി, അവൻ അകത്ത് കയറി നുഴഞ്ഞു വന്ന് വിളിക്കാത്ത അതിഥിയാണ് അവൻ, ക്ഷണിക്കാത്ത അതിഥിയാണ്. അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഡീസൻ്റ് അല്ല, അവൻ ഡീസൻ്റ് ക്യാരക്ടർ അല്ല. യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താലേ, കതക് തുറന്നു കൊടുത്താലേ, ഹൃദയം തുറന്നു കൊടുത്താലേ യേശു അകത്ത് വരത്തുള്ളൂ. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചാലേ യേശു വരത്തുള്ളൂ, വിശ്വസിച്ചാലേ അവൻ പ്രവർത്തിക്കത്തുള്ളൂ. പക്ഷെ പിശാച് അതല്ല. പിശാച് എവിടെയും ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളെവിടെയെങ്കിലും വീക്കായിരിക്കുമ്പോൾ, നമ്മളെവിടെയെങ്കിലും ഒരു പാപത്തിൽ വീണിരിക്കുമ്പോൾ, നമ്മളെവിടെയെങ്കിലും അസ്വസ്ഥരായിരിക്കുമ്പോൾ, ആ മൊമെൻറ്റിൽ അവൻ അകത്ത് പ്രവേശിച്ച് തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങും, ചിന്തകളെ കയ്യിലെടുക്കാൻ തുടങ്ങും. ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ പത്രോസ് യേശു കർത്താവിൻ്റെ മുൻപിൽ വന്ന് കയറി നിന്നിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ക്രൂശിതനാകരുത്. നിന്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ നീ ഇപ്പോൾ സംസാരിച്ചു, പക്ഷേ ഒരിക്കലും നീ മരിക്കരുത് എന്ന് പീറ്റർ യേശുവിനോട് പറയുമ്പോൾ നമ്മൾ കരുതി പത്രോസിന് യേശുവിനോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ട് ആ സെൻറ്റിമെൻ്റലായിട്ട് പറഞ്ഞതാണെന്ന്. പക്ഷേ ആ മൊമെൻറ്റിൽ യേശു പത്രോസിനെ സംബോധന ചെയ്ത പദം എന്നാണെന്നറിയാമോ? സാത്താനെ, എന്നെ വിട്ടുമാറുക, സാത്താനെ മാറി നിൽക്കുക, പുറകോട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പത്രോസ് ഈ കാര്യം പറയുമ്പോൾ പത്രോസിൻ്റെ ചിന്തയിൽ വന്ന ആ തിന്മ കൊണ്ടുവന്ന സാത്താനെ യേശുവിനെ കാണാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ യേശു ഒരിക്കലും പീറ്ററിനെ സെയ്റ്റൻ എന്ന് വിളിക്കത്തില്ല, സാത്താനെ എന്ന് വിളിക്കത്തില്ല. യേശു അങ്ങനെ പറയത്തില്ല. യേശുവിനത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ പൊടുന്നനവെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ്റെ മൈൻഡിനെ പിശാച് കയ്യിലെടുക്കുവാൻ ശ്രമിച്ചതാണ്. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈ സാത്താൻ യേശു കർത്താവിനെ 40 രാവും 40 പകലും യേശു ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് പരീക്ഷിക്കാനായി വന്നു, അല്ലേ? നമ്മൾ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ സാത്താൻ വന്നിട്ട് ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന 40 ഡേയ്സ് ഫാസ്റ്റിങ്ങിലായിരിക്കുന്ന യേശുവിനോട് പറയുന്നു, നീ ഈ കല്ലിനോട്, നീ ദൈവത്തിൻ്റെ പുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് പറയുക. അപ്പോൾ യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. നിങ്ങൾ ഈ സാത്താൻ എങ്ങനെയായിരിക്കും യേശുവിൻ്റെ അടുക്കൽ വന്നതെന്നാണ് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരിക്കുന്നത്? നമ്മളൊക്കെ സാധാരണ ഈ പല എന്താ പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള ദ ഗോസ്പൽ ഓഫ് ജോൺ എന്ന മൂവിയിലും ജീസസ് എന്നുള്ള പഴയകാല
സിനിമകളിലൊക്കെ പാമ്പായിട്ട് ഇങ്ങനെ യേശുവിൻ്റെ അരികിൽ ഇഴഞ്ഞു വന്ന് നിന്ന് സംസാരിക്കുന്ന പിശാചിനെയാണ് നിങ്ങളുടെ മൈൻഡിലിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ വ്യക്തമായി കൃത്യമായി വേദപുസ്തകം പഠിക്കുമ്പോൾ സാത്താൻ ഒരു പാമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു കറുത്ത രൂപമായിട്ടോ കൊമ്പൊന്നും വെച്ചല്ല യേശുവിൻ്റെ അരികിൽ വരുന്നത്. യേശുവിൻ്റെ മൈൻഡിലാണ് ഈ കാര്യങ്ങൾ പിശാച് കൊടുക്കാൻ നോക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ലോകത്തിലെ സകല രാജ്യങ്ങളെയും ഒറ്റ സെക്കൻഡിൽ യേശുവിനെ അവൻ കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാണ്? മുഴുവൻ രാജ്യങ്ങളെയും ഉരുട്ടിക്കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ വെച്ചോ? അല്ല, മൈൻഡിൽ കൊടുക്കുകയാണ്. അവിടെ ആ ചിന്തകളെയാണ് യേശു ഡീൽ ചെയ്യുന്നത്. പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ. സത്യമായിട്ടും യേശു കർത്താവ് അവിടെ പറഞ്ഞൊരു വേർഡുണ്ട്, മനുഷ്യപുത്രൻ. അപ്പം കൊണ്ട് മാത്രമല്ല പിശാചെ, ദൈവപുത്രൻ അല്ല, മനുഷ്യപുത്രൻ ഇതിനെ ഡീൽ ചെയ്യും. ഇനി രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അവിടെ ആ മൊമെൻറ്റിൽ സാത്താൻ എന്തെല്ലാം ചിന്തകൾ അവിടെ കൊണ്ടുവന്നോ, എന്തെല്ലാം കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞോ, അതിനെ മുഴുവൻ യേശു ഡീൽ ചെയ്തത് ദൈവവചനം വെച്ചാണ്, വേർഡ് വെച്ചാണ്. കാരണം വചനമാണ് എല്ലാ പൈശാചിക ശക്തികളെയും തകർക്കുന്ന ആയുധം. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വായിൽ നിന്ന് റിലീസായാൽ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റിയാൽ, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റിയാൽ, ജയകരമാകുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായി കഴിയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എഴുതപ്പെട്ട വചനത്തെ വെച്ചാണ് യേശു അത് ഡീൽ ചെയ്യുന്നത്. മൈൻഡിൽ പിശാച് കൊണ്ടുവന്നതിനെ വചനത്താൽ യേശു വെട്ടിക്കളഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അവിടെ ഈ സാത്താൻ യേശുവിനോട് ഇത് പറയുമ്പോൾ യേശു കർത്താവ് പിശാച് പറഞ്ഞതല്ലേ, എന്നാൽ കാണിച്ചു തന്നേക്കാം, കർത്താവ് അങ്ങ് കല്ലിനെ അപ്പമാക്കിയിരുന്നെങ്കിൽ, മലയുടെ മുകളിൽ നിന്ന് ചാടിയിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു കയറി വന്നിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ പൈശാചിക മണ്ഡലത്തോടൊരു ചലഞ്ചിങ് പോലെ ഏറ്റെടുത്ത് യേശു അത് ചെയ്തിരുന്നെങ്കിൽ അവിടെ എന്താ സംഭവിച്ചേനെന്നറിയാമോ? പിശാച് ഒരു കാര്യം വിളിച്ചു പറഞ്ഞേനെ. കണ്ടോ, അവൻ്റെ മൈൻഡിനോട് ഞാൻ ഇടപെട്ടത്, അവൻ്റെ ചിന്തകളിൽ ഞാൻ കൊടുത്ത കാര്യങ്ങളെ അവനൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് അവൻ എൻ്റെ മുമ്പിൽ അത് ആക്ട് ചെയ്തു. അങ്ങനെ പോയിരുന്നെങ്കിൽ, യേശു അത് ചെയ്തിരുന്നെങ്കിൽ, ദൈവത്തെ ചിന്തകൾ കൊടുത്തും കാഴ്ചകൾ കൊടുത്തും പിശാചിന് ആക്ട് ചെയ്യിക്കാൻ, പ്രവർത്തിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മാനവകുലത്തിൻ്റെ മുഴുവൻ ചിന്തയുടെ മൈൻഡിൻ്റെ കൺട്രോളും അവൻ്റെ കയ്യിൽ പോയേനെ. എന്നാൽ ദൈവമക്കളുടെ, ദൈവവചനം വിശ്വസിക്കുന്നവരുടെ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ, മാനവകുലത്തിൻ്റെ മനോവികാര ഇച്ഛകളുടെ, ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ, പ്രാണൻ്റെ ഉടമസ്ഥൻ ജീവനുള്ള ദൈവമാണ്. സർവശക്തനാകുന്ന ദൈവമാണ്. നിൻ്റെ ആത്മാവിൻ്റെ, നിൻ്റെ പ്രാണൻ്റെ, നിൻ്റെ ചിന്തയുടെ ഉടമസ്ഥൻ ജീവനുള്ള ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്. ഞാൻ അതിനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ശരീരം ഒരു ഭവനമാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്കൊരു വീടായിട്ട് കാണാൻ കഴിയണം. അതെ, ബൈബിളും അങ്ങനെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ഭവനം തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിന് ഒരു യജമാനനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അപ്പനുള്ളതുപോലെ നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിന്, വീടിന് ഒരു യജമാനനുണ്ട്. ആ യജമാനൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവാണ്. എന്നാൽ ഈ ശരീരത്തിൻ്റെ വേലക്കാരനാണ് മനസ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, യജമാനൻ ആത്മാവാണ്, ഈ ശരീരത്തിൻ്റെ വേലക്കാരൻ മനസ്സാണ്. കാരണം നമ്മുടെ മനസ്സാണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ചിന്തയാണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ബ്രെയിനാണ് നമ്മളോട് പറയുന്നത്, വെള്ളം കുടിക്ക്, അങ്ങോട്ട് പോ, കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഒന്നുകൂടെ ഞാനത് പറയുന്നു, ആത്മാവിലാണ് ദൈവം വന്നത്. നിങ്ങളുടെ ആത്മാവിലാണ് ക്രിസ്തു വന്നത്. ദൈവം വന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. കാരണം ദൈവം ആരാണ്? ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവം വന്ന് നിറഞ്ഞത് നിങ്ങളുടെ ആത്മമനുഷ്യനിലാണ്. നിങ്ങളുടെ ആത്മമനുഷ്യൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ യജമാനനാണ്. ശരീരത്തിൻ്റെ യജമാനനാകുന്ന ആത്മമനുഷ്യൻ വേണം വേലക്കാരനാകുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ. ഒരിക്കലും വേലക്കാരൻ യജമാനനെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് പോകരുത്.
വേലക്കാരനാകുന്ന മനസ്സ് പറയുന്നത് ആത്മാവാകുന്ന യജമാനൻ അനുസരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആത്മാവിനാൽ ഞാൻ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു. ജഡത്തിൽ സഞ്ചരിക്കുന്നവർ ജഡീകമായത് ചെയ്യുന്നു, ആത്മാവിൽ സഞ്ചരിക്കുന്നവർ ആത്മീയമായത് ചെയ്യുന്നു. ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പിന്നെയും പറയുന്നത്, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം കൊളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ജഡത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. വീണ്ടും പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആത്മാവിൻ്റെ നിയന്ത്രണം ദൈവത്തിന് ലഭിക്കുമ്പോൾ ആ ആത്മാവിനെയും കൊണ്ട് പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ അകത്ത മനുഷ്യൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ജഡത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ പ്രാണനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളോട് പോരാടുന്ന സകല പൈശാചിക മേഖലകളെയും നിങ്ങൾക്ക് ജയിക്കുവാനായി കഴിയും. ഞാൻ മറ്റൊരു കാര്യം, ഈ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6, 7, 8, 9 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുവീൻ. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും, ചിന്തകളെയും ആകുലതകളെയും, നിങ്ങളുടെ സകല ചിന്തകളെയും നിങ്ങളുടെ സകല ആകുലതകളെയും നിങ്ങൾ അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. പൗലോസ് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ സന്തോഷിക്കുവാൻ കഴിയാതെ പൈശാചികമായ ആക്രമണങ്ങളിൽ പിടിക്കപ്പെട്ട് ചിന്തകളോടും മനസ്സിനോടുമൊക്കെ പോരാടി പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ ഡിസ്കറേജ് ചെയ്ത്, ഡെസ്പാക്കി, ടെൻസ്ഡാക്കി നിങ്ങളെ ഒതുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ മേഖലകളെ തിരിച്ചറിഞ്ഞതിനെ കുടഞ്ഞു കളഞ്ഞ് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ ശക്തരായി മുന്നോട്ട് പോകണം. എന്നിട്ട് നിങ്ങളോട് തന്നെ ദാവീദ് ചോദിച്ചതുപോലെ ചോദിക്കണം, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത് എന്തിന്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവനിൽ തന്നെ നീ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖപ്രകാശവും അവൻ നിന്റെ രക്ഷയും അത്രേ. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ ആത്മാവിനോട് ചോദിച്ചേ, എൻ്റെ ആത്മാവേ, എൻ്റെ മനസ്സേ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ, ക്രിസ്തുവിൽ പുകഴുവാൻ, ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ആ കോട്ടകൾ ഇടിയട്ടെ, ആ കോട്ടകൾ ഇടിയട്ടെ. മരണഭീതി ഇടിഞ്ഞു പോകട്ടെ. കുടുംബജീവിതത്തെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, നാളെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളും പൊളിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ മാനസിക സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും, കോട്ടകൾ പോലെ പിശാച് ഉയർത്തി നിർത്തിയിരിക്കുന്ന സകല കോട്ടകളും യേശുവിൻ നാമത്തിൽ ഉടഞ്ഞു വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ സംഭവിച്ച സംഭവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ ചില പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാകുമോ? അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇനിയും വരുമോ? അന്നുണ്ടായ തലചുറ്റൽ ഇനിയും ഉണ്ടാകുമോ? അന്ന് വന്ന ആ ഒരു പെയിൻ ഇനിയും വരുമോ? അന്ന് വീട്ടിൽ സംഭവിച്ച വഴക്ക് ഇനിയും ഉണ്ടാകുമോ? അന്ന് സംഭവിച്ച സാമ്പത്തിക നഷ്ടം ഇനിയും സംഭവിക്കും. ഇങ്ങനെ പിശാചിനറിയാം നിങ്ങളെ എവിടെ കൊടുക്കണമെന്ന്. പിശാചിനറിയാം നിങ്ങളെ എവിടെ, ഏത് ലോക്കിനകത്ത് ലോക്ക് ചെയ്തിടണമെന്ന്. അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യോഹന്നാൻ 8:32 വായിക്കുന്നത് പോലെ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ, a freedom in Christ, freedom in mind, freedom from the sin, freedom from the demonic influences, freedom from all the evil things.
എല്ലാ പൈശാചികമായ മേഖലകളിൽ നിന്നും സ്വതന്ത്രരായിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ പുകഴുന്ന, ക്രിസ്തുവിൽ ആനന്ദിക്കുന്ന, ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ തീരട്ടെ. ഞാനിത് ഇങ്ങനെ നിങ്ങളോട് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊഫറ്റിക് വേർഡ് പോലെ, ഒരു പ്രവചനം പോലെ കർത്താവ് ആ കുടുംബത്തോട്, ആ വ്യക്തിയോട് പറയാൻ ഇങ്ങനെ പറയുന്നു. ഈ എല്ലാ ജോർദാനും ക്രോസ് ചെയ്യുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മാൻഡിൽ നിന്റെ മേളിൽ വീഴുന്നതിന് മുൻപ് നിന്റെ മുമ്പിൽ ഒരു ജോർദാൻ ഉണ്ടായിരിക്കും. ആ ജോർദാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇരട്ടി അഭിഷേകത്തിൻ്റെ പങ്ക് നിന്നിൽ വരാനാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അത് പെട്ടെന്ന് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏലിയാവും എലീശായും കൂടെ ജോർദാൻ്റെ മുമ്പിലെത്തി. നമുക്കറിയാം, ഗിൽഗാലിലും ബഥേലിലും മറ്റ് പല സ്ഥലങ്ങളിലും വെച്ച് ഈ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ എലീശയോട് പറഞ്ഞായിരുന്നു, നീ എൻ്റെ ഒപ്പം വരണ്ട. അപ്പോൾ അവിടെ എല്ലാം എലീശ ഏലിയാവിനോട് പറഞ്ഞായിരുന്നു, യജമാനനാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന്. അങ്ങനെയാണ് അവർ ജോർദാൻ്റെ കരയിൽ വന്നത്. അപ്പോൾ ജോർദാൻ്റെ കരയിൽ എലീശ വന്ന് നിൽക്കുമ്പോൾ എലീശയ്ക്ക് അറിഞ്ഞുകൂടാ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് തൻ്റെ മേളിൽ വരാൻ സമയമായെന്നു. പക്ഷേ ഇപ്പോൾ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ജോർദാൻ എന്ന് പറയുന്നത് ബഥേല് പോലെയോ ഗിൽഗാല് പോലെയോ ഒന്നുമല്ല. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം മരണ ജോർദാൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിനകത്ത് വീണാൽ രക്ഷപ്പെട്ടു പോകുകയില്ല. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ മുമ്പിൽ കൃഷികളെല്ലാം നശിക്കും. ജോർദാനിൽ വീണാൽ എല്ലാം നഷ്ടപ്പെടും. ഒരുത്തൻ്റെ കോടാലി അതിനകത്ത് പോയിട്ട് അത് പിന്നെ എലീശ പ്രാർത്ഥിച്ചാണ് അത് പൊക്കിയെടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അതിനകത്ത് പോയാൽ പോയതാണ്. അതിൻ്റെ കരയുടെ മുന്നിൽ, ആ കരയിലാണ്, ആ ജോർദാൻ്റെ തീരത്താണ് നിൽക്കുന്നത്. അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വിഷയമുണ്ട്. രണ്ട്, അതിനകത്ത് ഇറങ്ങാൻ കഴിയില്ല. അവിടെയാണ്, ആ മരണ ജോർദാൻ്റെ മുൻപിലാണ് ഏലിയാവ് എലീശ നിൽക്കുമ്പോൾ ഏലിയാവ് തൻ്റെ മുകളിൽ കിടന്ന ആ പുതപ്പെടുത്ത് ജോർദാനിൽ അടിച്ചു. ജോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഏലിയാവും എലീശയും കൂടെ ആ ജോർദാൻ ക്രോസ് ചെയ്ത് മറുകരയിൽ എത്തുമ്പോഴാണ് ഏലിയാവ് എലീശയോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം, നീ പറയുക. അശ്വരഥങ്ങളിൽ ചുഴലിക്കാറ്റിൽ ദൈവപുരുഷനെ സ്വർഗത്തിലെ ദൈവം ആ തേരിലെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമായവനെ എന്ന എലീശ തൻ്റെ സ്പിരിച്വൽ ഫാദറിനോട്, തൻ്റെ ദൈവമനുഷ്യനോട് പറയുമ്പോൾ, ഏലിയാവിൻ്റെ മുകളിൽ കിടന്ന ആ പുതപ്പ് ഡബിൾ പോർഷൻ അഭിഷേകമായി, അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കായി എലീശയുടെ മേളിൽ വന്നു വീഴുന്നത്. എല്ലാ ഇരട്ടി പങ്കിനും മുൻപ് ഒരു ജോർദാനുണ്ട്. ഇതേതോ ഒരു വ്യക്തിയോടുള്ള ദൂതാണ്. എല്ലാ ഇരട്ടി പങ്കിനും മുൻപ് നീ ഒരു ജോർദാനെ ക്രോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നീ എന്തൊക്കെയോ വിഷയങ്ങളെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഒരു പാസ് ഓവർ സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നുണ്ട്. ആ പാസ് ഓവർ വീക്കിൽ നമുക്കറിയാം, യേശു കർത്താവ് ഗദശമനയിൽ അനുഭവിച്ച വ്യഥ, ക്രൂശീകരണത്തിൽ അനുഭവിച്ച വ്യഥ. പക്ഷേ ആ വ്യഥകളെ പാസ് ചെയ്ത് കർത്താവ് പോയത് ഒരു റിസറക്ഷനിലേക്കാണ്, ഒരു ഉയർപ്പിലേക്കാണ്. ജോർദാനെ പാസ് ചെയ്ത് ക്രോസ് ചെയ്ത് എലീശ പോയത് ഒരു ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്ങിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏതൊക്കെയോ വിഷയങ്ങളെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവരോട് ഇങ്ങനെ പറയുന്നു, നീ നദിയിലൂടെ കടക്കുമ്പോൾ നദി നിന്നെ കവിഞ്ഞൊഴുകുകയില്ല. തീയിലൂടെ നടക്കുമ്പോൾ ആ തീക്ക്, അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനോട് പറയുകയാണ്, പ്രാർത്ഥിച്ചുകൊള്ളുക, വീണ്ടും പ്രാർത്ഥിച്ചുകൊള്ളുക. ഇതിനു മുമ്പിൽ വറീഡ് ആകരുത്, ഡൗൺ ആകരുത്, ഡെസ്പാകരുത്. ഒരു ഡബിൾ പോർഷൻ ബ്ലസ്സിങ്, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഒരു ഡബിൾ പോർഷൻ ഫേവർ ഓഫ് ദ ലോർഡ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു.
ഇന്നത്തെ ഈ സന്ദേശത്തിൽ പൈശാചിക മണ്ഡലത്തിൻ്റെ എന്തൊക്കെയോ അജണ്ടകളെ ദൈവം ക്ലോസ് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത് എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നു. ഒരു ദൈവമനുഷ്യൻ എന്ന നിലയിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. 3-ാമത്തെ വാക്യം, അവൻ ഭയപ്പെട്ടു. ഏലിയാവ് ഭയപ്പെട്ടു, എഴുന്നേറ്റു, ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബർഷബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഓ ജീസസ്! ഏലിയാവെന്ന് പറയുന്ന ദൈവപുരുഷൻ എത്ര ശക്തനാണ്! തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രായേലിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ഏലിയാവ് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ നിറവേറി. ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട അതിശക്തനായ പ്രവാചകനായിരുന്ന, അതിശക്തമേറിയ ഡിക്ലറേഷൻ, അനോയിന്റിങ്ങും പ്രൊഫറ്റിക് ഗ്രേസുമുള്ള മനുഷ്യൻ. ഈ മനുഷ്യനോട് ഒരു സ്ത്രീ ആളെ അയച്ച് പറയുകയാണ്, നാളെ നിന്നെ ഞാൻ തീർത്തു കളയും. ബൈബിളിൽ ആ പദം എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. 1 രാജാക്കന്മാർ 19-ന്റെ 3-ാം വാക്യം, അവൻ ഭയപ്പെട്ടു. ഏലിയാവിൻ്റെ ഉള്ളിൽ ഭീതി വന്നു. ഭീതി എങ്ങനെയാ വന്നേ? ചില കേൾവികളാൽ, ചില ചിന്തകളാൽ. ചില കേൾവികളാൽ, ചില ചിന്തകളാൽ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നോ വറീസ്. അത് യാദൃച്ഛികമായതോ അല്ലെങ്കിൽ അത് സംഭവിച്ചുകൂടാത്തതോ ഒന്നുമല്ല. ദൈവവചനത്തിൽ ശക്തനായ അഭിഷിക്തനായ ഏലിയാവ് പോലും അതിലൂടെ കടന്നുപോയി. എന്നിട്ട് ഏലിയാവ് എന്താ ചെയ്തേ? മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിക്കാൻ ഇച്ഛിച്ചു എന്ന് പറയുമ്പോൾ അത് എവിടെയാ ആ സംഭവം വന്നേ? മൈൻഡിൽ മരിക്കണമെന്ന് അവൻ ചിന്തിച്ചു. അപ്പോൾ ഏലിയാവ്, മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. മതി. മടുപ്പ്, നിരാശ, ഇതെല്ലാം ഇസബേലിയ തന്ത്രങ്ങളാണ്. ഇതൊന്നും ദൈവം ചെയ്യുന്ന കാര്യങ്ങളല്ല. മടുപ്പ്, മതി, ഒന്നിനോടും ഒരു സന്തോഷം തോന്നാത്ത അവസ്ഥ, ഒന്നിലൊരു ആനന്ദം ഇല്ലാത്ത അവസ്ഥ, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ, മടുപ്പ് തോന്നുന്ന ജോലി മേഖലയിൽ, കുടുംബജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ബിസിനസ്സിൽ, സാമ്പത്തിക മേഖലയിൽ, പഠന മേഖലകളിൽ ഒക്കെ ഇങ്ങനെ മടുപ്പ് തോന്നുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഡിമോണിക് ഡീലിനെ, ആ ഡിമോണിക് അജണ്ടയെ, ആ പൈശാചിക തന്ത്രത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ ജീസസ്! നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കുവാൻ പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീനെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ, താങ്ക് യു ലോർഡ് ജീസസ്, എല്ലാ മടുപ്പുകളെയും ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ആ മനുഷ്യൻ ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എൻ്റെ പ്രാണനെ എടുത്തോണേ, എനിക്ക് മരിക്കണമെന്ന്. ഈ മനുഷ്യൻ പറഞ്ഞാൽ, ഒരു വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ മഴ പെയ്യത്തില്ല, മഴ പെയ്യണമെന്ന് പറഞ്ഞാൽ മഴ പെയ്യും, സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യമാകും, മരിച്ച കൊച്ചു ഉയർക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉയർക്കും, യോർദാൻ വിഭാഗിക്കപ്പെടാൻ പറഞ്ഞാൽ വിഭാഗിക്കപ്പെടും. അത്ര പവർഫുള്ളാണ് പുള്ളിയുടെ അധരം, അത്ര വലിയ അനോയിൻറ്റഡ് പേഴ്സണാണ് അദ്ദേഹം. ആ മനുഷ്യൻ തന്നെ ഇരുന്ന് നിരാശയുടെ വാക്കുകൾ പറയുകയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ചില സാഹചര്യങ്ങൾ നിമിത്തം, ചില കേൾവികൾ നിമിത്തം, പിശാച് നിൻ്റെ മൈൻഡിൽ കൊണ്ടുവന്ന ചില ചിന്തകൾ നിമിത്തം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ നിരാശയുടെ വാക്കുകളും ഈ ആവശ്യമില്ലാത്ത നെഗറ്റീവ് വേർഡ്സും പറയുന്നത്? ഒരു പക്ഷേ നിങ്ങളങ്ങനെ പറഞ്ഞു പോയാലും ഏലിയാവിനെ മനസ്സിലാക്കിയ ദൈവം നിന്നെ മനസ്സിലാക്കും. നിങ്ങൾക്കൊരു സത്യം അറിയാമോ?
ഏലിയാവെന്ന് പറഞ്ഞ പ്രവാചകനാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എനിക്ക് മതി ദൈവമേ മരിക്കണമെന്ന്. പക്ഷേ ഈ പുള്ളി ഇതുവരെ മരിച്ചിട്ടില്ല. ഇതുവരെ ഏലിയാവ് മരിച്ചിട്ടില്ല. കാരണം മരണം കാണാതെ ചുഴലിക്കാറ്റിൽ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടയാളാണ് എലീജ. ഹല്ലേലൂയ. നമ്മൾ ഈ വിഷമം കൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളും, നമ്മൾ ഈ നിരാശ കൊണ്ട് അടിക്കുന്ന ചില അടികളൊക്കെ ഇലവാറുണ്ട്. ഇതൊന്നും ദൈവം അങ്ങ് എടുത്ത് പ്രവർത്തിക്കുമെന്നും ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഈ പ്രാർത്ഥന എന്ത് എന്നുള്ളത് കേൾക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥിക്കുന്നത് ആരാന്ന് ദൈവം നോക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, കായീനും ഹാബേലും യാഗം കഴിച്ചു. നമുക്കറിയാം, ഹാബേൽ നല്ല മനസ്സോടെ യാഗം കഴിച്ചു. കായീൻ ഭയങ്കരമായ നെഗറ്റീവ് അസൂയുള്ള മനുഷ്യനായിരുന്നു. ദൈവം നോക്കുന്നത് ഈ യാഗത്തിലല്ല, ആരാണ് ഈ യാഗം കഴിക്കുന്നതെന്നാണ് നോക്കുന്നത്. അതും മനസ്സിലായാലും ഒന്നുകൂടെ പറയാം. ദൈവം, നിങ്ങൾ ഈ കൈയടിച്ച് പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ കൈയടിയുടെ ഒച്ചയല്ല ദൈവം ആദ്യം ശ്രദ്ധിക്കുന്നത്, ആരായി ഇരുന്നുകൊണ്ട് കൈ കൊട്ടുന്നതെന്നാണ് ദൈവം ആദ്യം നോക്കുന്നത്. മനസ്സിലാകുന്നു? ദൈവം നല്ല പാട്ട് വരുന്നല്ലോ, നല്ല സംഗീതമല്ല ദൈവം ശ്രദ്ധിക്കുന്നത്, ആരായി ഇരുന്ന് പാടുന്നതെന്നാണ് ദൈവം നോക്കുന്നത്. എന്നതുപോലെ ഈ നമ്മൾ ചിലപ്പോൾ നിരാശയുടെ വാക്കുകളൊക്കെ പറയുമ്പം, വിഷമത്തിൻ്റെ വാക്കുകളൊക്കെ പറയുമ്പം ദൈവം നമ്മളെ ഒന്ന് നോക്കും. നമ്മളെ അറിയാം കർത്താവിന്. അവന് നമ്മുടെ പ്രകൃതി അറിയാം, നമ്മുടെ മൈൻഡ് അറിയാം, നമ്മുടെ വിഷമം അറിയാം. ഏലിയാവ് ഇരുന്നുകൊണ്ട് ഇതെല്ലാം പറയുമ്പോഴും ദൈവം അതൊന്നും എടുക്കുന്ന പോലുമില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം ഏലിയാവിൻ്റെ മാനസിക സംഘർഷങ്ങളെ, താൻ കടന്നു പോകുന്ന വേദനകളെ, വ്യഥകളെ, വിഷമത്തെ, നിരാശയെ ദൈവം നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്നു. ഈ വാക്ക് നിങ്ങളോട് പറയാൻ കർത്താവിനോട് പറയുന്നു. ദൈവം നിന്നെയും നിൻ്റെ സാഹചര്യത്തെയും നിൻ്റെ മനസ്സിനെയും നിൻ്റെ ചിന്തകളെയും നിൻ്റെ ഹൃദയഭാരത്തെയും വേദനകളെയും ഒക്കെ കർത്താവ് ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ദൈവം പെട്ടെന്ന് ആ കാര്യത്തിലൊരു തീരുമാനം എടുക്കില്ല, പെട്ടെന്ന് കയറി ജഡ്ജ് ചെയ്യില്ല, പെട്ടെന്ന് കയറി ആക്ട് ചെയ്യില്ല. നിങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവിന് അറിയാം എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. അവിടെ ദൈവം ഒരു ദൂതനെ അയച്ചിട്ട് ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയപ്പെട്ടവരെ, രഥത്തിന് മുൻപിൽ ഓടിയ ഈ മനുഷ്യൻ, മഴമേഘങ്ങളെ അടച്ച ഈ മനുഷ്യൻ, നോക്കിയേ, ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഒതുങ്ങിപ്പോയത് കണ്ടോ? അവനെ ഒതുക്കിക്കളഞ്ഞത് അവൻ്റെ ചിന്തയാണ്, അവനെ ഒതുക്കിക്കളഞ്ഞത് അവൻ്റെ ഭയമാണ്, അവനെ ഒതുക്കിക്കളഞ്ഞത് അവൻ്റെ ആ ദൈവാശ്രയ ബോധമില്ലാത്ത മനോഭാവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ടോൺ ചേഞ്ചായി. ഇങ്ങനെയല്ല ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയല്ലായിരുന്നു ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ പ്രെയർ ടോൺ ചേഞ്ചായി. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രെയറിൻ്റെ മോഡുകളെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ ഫെയ്ത്തിൻ്റെ മോഡുകളെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ ആക്ഷൻസിനെ ചേഞ്ച് ചെയ്യാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളെ നിങ്ങൾ അനുവദിക്കരുത്. പൈശാചിക മണ്ഡലങ്ങളെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന തോട്ടുകളെ നിങ്ങൾ അനുവദിക്കരുത്. ബ്രേക്ക് ചെയ്യുക. Thank you, Holy Ghost. I'm feeling the mighty presence of the Lord here. Thank you, precious Holy Spirit. Hallelujah. വേദപുസ്തകം പറയുന്നു, ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരട തുരുത്തിയിലെ വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നുകുടിച്ച് പിന്നെയും അവിടെ തന്നെ കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ചു. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. 40 രാവും 40 പകലും നടന്നു. നമുക്കറിയാം, ആഹാബിൻ്റെ രഥത്തിന് മുൻപിൽ ഓടിയ മനുഷ്യനാണ് ഏലിയാവ്. ഇവിടെ അദ്ദേഹം നടക്കുകയാണ്. പക്ഷേ ദൈവം കൊടുത്ത, ദൂതൻ കൊടുത്ത ഭോജനം ഭക്ഷിച്ചുകൊണ്ട് താൻ ഹോരേബിലേക്ക് പോകുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, അവിടെ അവനൊരു ഗുഹയിൽ കടന്ന് രാപ്പാർത്തു. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. പിന്നെ ഈ മനുഷ്യൻ ഒരു കംഫർട്ട് സോണിലോട്ട് കയറുകയാണ്. പിന്നെ അങ്ങോട്ട് ആക്ട് ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ, മുന്നോട്ട് പോകാൻ ഒരു എനർജി കിട്ടുന്നില്ല. ഓ ജീസസ്, ഇറ്റ്സ് എ സ്പിരിച്വൽ അറ്റാക്ക്. പിന്നെ ഒരു ഗുഹയ്ക്കകത്ത് കയറി പുള്ളി ഒളിച്ചിരിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ തന്നെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു.
നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കുക എന്ന് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നു, നീ ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്നാൽ ഈ പ്രശ്നം തീരുകയില്ല. നീ ഗുഹയ്ക്കകത്തൊളിച്ചിരുന്നാൽ ഈ വിഷയം അവസാനിക്കുകയില്ല. നീ എൻ്റെ സന്നിധിയിൽ വരിക, എൻ്റെ സാന്നിധ്യത്തിൽ വരിക. ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുൻപിൽ താനൊരു പുതപ്പെടുത്ത് മുഖം മൂടിയില്ലേ? നിങ്ങളിനി താഴോട്ടുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇവിടെ നിന്നും ഈ മനുഷ്യൻ സഞ്ചരിക്കുന്നത്, യാത്ര ചെയ്യുന്നത്, അസായേലിനെ അരാമിന് രാജാവായി അഭിഷേകം ചെയ്തു, യേഹുവിനെ ഇസ്രയേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു, എലീശായെ പ്രവാചകനായി അഭിഷേകം ചെയ്തു. അടുത്തൊരു തലമുറയെ എഴുന്നേൽപ്പിക്കാൻ, അടുത്തൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കാൻ ആത്മാവിൻ്റെ വീര്യത്തോടെ, ആത്മാവിൻ്റെ ശക്തിയോടെ സഞ്ചരിക്കുന്ന ഒരു ഏലിയാവിനെ നിങ്ങൾക്കിവിടെ കാണാം. പൈശാചിക മണ്ഡലം നിന്നെ ഒതുക്കിക്കളയാൻ നോക്കിയെടുത്തുന്ന്, സാത്താന്യ മേഖലകൾ നിന്നെ തകർക്കാൻ നോക്കിയെടുത്തുന്ന്, എല്ലാവരും നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെടുത്തുന്ന്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി, എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ഒരു ജനറേഷന് ബ്ലസ്സിംഗ് ആയി. മോളെ, നിന്നെ ദൈവം ഒരു ജനറേഷന് ബ്ലസ്സിംഗ് ആക്കും. മോനെ, ദൈവം നിന്നെ ഒരു തലമുറയ്ക്ക് അനുഗ്രഹമാക്കും. ദൈവദാസനെ, നിന്നെ ദൈവം തലമുറകൾക്കൊരു അനുഗ്രഹമാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുള്ള ഒരു ക്രോസിംഗ് ആണ് ഈ നടന്നത്. ഞാൻ തുടക്കത്തിലെ ഈ മെസ്സേജിൽ ഞാൻ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ചിലതിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, ചില സിറ്റുവേഷൻസിനെ അവർ ക്രോസ് ചെയ്യുന്നുണ്ട്, ചില പ്രതിസന്ധികളെ അവരിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ബൈബിൾ പറയുന്നുണ്ട്, കണ്ണുനീർ താഴ്വരയിൽ കൂടെ ഞാൻ കടക്കുമ്പോൾ അവൻ അതിനെ എനിക്ക് ജലാശയമാക്കി തീർക്കുന്നു. വായിച്ചിട്ടില്ലേ സങ്കീർത്തനത്തിൽ? കണ്ണുനീർ താഴ്വരയിൽ കൂടി ഞാൻ കടക്കുമ്പോൾ അവൻ അതിനെ എനിക്ക് ജലാശയമാക്കി തീർക്കുന്നു. കണ്ണുനീർ താഴ്വര കിടക്കാനുള്ളതല്ല, കടക്കാനുള്ളതാണ്. നിങ്ങളിന്ന് അനുഭവിക്കുന്ന കണ്ണുനീർ താഴ്വരയിൽ നിങ്ങൾ കിടക്കത്തില്ല, നിങ്ങളതിനെ കടക്കും. അതിനെ പാസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ചിലതിനെ പാസ് ചെയ്യുന്നുണ്ട്, ചില സിറ്റുവേഷൻസിനെ നിങ്ങളിപ്പോൾ പാസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. ആ പാസ് ചെയ്ത് നിങ്ങൾ കയറാൻ പോകുന്നത് ഒരു ഡബിൾ പോർഷൻ ബ്ലസ്സിങ്ങിലേക്കാണ്, ഒരു ഗ്രേറ്റർ ഡെലിവറൻസിലേക്കാണ്, 10,000 ദൈവത്തിലേക്ക് തിരിക്കുവാനുള്ള ഒരു ആത്മനിയോഗത്തിലേക്കാണ്, വലിയൊരു ദൈവ പ്രവൃത്തിയിലേക്കാണ് എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങൾ എന്ന വിഷയത്തിലാണല്ലോ നമ്മൾ ഈ തിരുവെഴുത്തിൽ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഈ സന്ദേശത്തെ വ്യക്തികളെ വിവേചിച്ചുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തെയും അവരുടെ സിറ്റുവേഷൻസിനെയൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുപോകുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ മെസ്സേജ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. ഇവിടെ ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളിൽ എഫേസ്യർ 6:14 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുവീൻ. ഇതിൽ ഒന്നാമതായി പൗലോസ് പറയുന്നത്, അരയ്ക്ക് സത്യം കെട്ടുവീൻ. ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. അരയ്ക്ക് സത്യം കെട്ടുവീൻ. ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന ആയുധത്തിൽ, സർവായുധ വർഗത്തിൽ, ദ കംപ്ലീറ്റ് ആർമർ ഓഫ് ദ ലോർഡിൽ ഒന്നാമത്തതാണ് ട്രൂത്ത്, സത്യം എന്ന് പറയുന്നത്. ദ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. എന്താണ് സത്യം? സത്യദൈവം,
സത്യവചനം, സത്യസുവിശേഷം, സത്യത്തിൻ്റെ ആത്മാവ്, ഇങ്ങനെ ഒരുപാട് സത്യങ്ങളെ, ട്രൂത്തുകളെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നു. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് സത്യവും സത്യസന്ധതയും ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. ഇവിടെയാണ് ദൈവം നമ്മളോട് പറയുന്നത്, നമ്മളുടെ അരയ്ക്ക് നമ്മൾ സത്യം കെട്ടി നിൽക്കുന്നവരായിരിക്കണം. ഹോശേയയുടെ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഹോശേയ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോടൊരു വ്യവഹാരമുണ്ട്. ദേശത്തിൽ സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനമില്ല. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. എന്തുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദേശത്തിൽ സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനമില്ല. അപ്പം സത്യം ഉണ്ടാകണം, സത്യം നമ്മളുടെ അരയ്ക്ക് കെട്ടണം, സത്യം സംസാരിക്കുന്നവരായിരിക്കണം. കാരണം നമ്മൾ സേവിക്കുന്നത് സത്യദൈവത്തെയാണ്. നമ്മൾ പ്രസംഗിക്കുന്നതും വായിക്കുന്നതും സത്യവചനമാണ്. നമ്മൾ പ്രചരിപ്പിക്കുന്നത് സത്യസുവിശേഷമാണ്. നമ്മളിൽ വന്നിരിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 4:15 വാക്യത്തിൽ പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകണം. സത്യസന്ധത നമ്മൾ ഉണ്ടാകണം. ഈ ശരിയും സത്യവും രണ്ടും രണ്ടാണ്. യോഹന്നാൻ 8:32 പറയുന്നുണ്ട്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ സത്യമെന്ന് പറയുന്നത് വചനമാണ്. ഈ ലോകത്തിൽ ശരിയുണ്ട്, സത്യമുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടറെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പോൾ ആ ഡോക്ടർ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ മേലാത്തതുകൊണ്ട് കൺസൾട്ട് ചെയ്യാൻ പോയപ്പോൾ, നിങ്ങളുടെ വയറ്റിൽ പ്രശ്നമുണ്ടതുകൊണ്ട് പരിശോധിക്കാൻ പോയപ്പോൾ എൻഡോസ്കോപ്പി എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെ കുടലിൽ അൾസറുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അസിഡിറ്റി ഉണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ആ സ്കാനിങ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പം നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് പോയി, സ്കാനിങ് എടുത്തു. നിങ്ങളുടെ നടുവിൻ്റെ വേദന നിമിത്തം നിങ്ങൾ സ്കാനിങ് എടുത്തു. നട്ടലിൻ്റെ കണ്ണിക്ക് അകൽച്ചയുണ്ടെന്ന് MRI സ്കാൻ റിപ്പോർട്ടിൽ അവർ നിങ്ങൾക്ക്, ആ റേഡിയോളജിസ്റ്റ് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തരുമ്പോൾ ആ റിപ്പോർട്ട് ശരിയാണ്. പക്ഷേ സത്യം അതല്ല. ശരിയാണത്. നടുവിന് പ്രശ്നമുണ്ടെന്നുള്ളത് ശരിയാണ്, അൾസറിനുള്ളത് ശരിയാണ്, ശ്വാസം മുട്ടലുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അത് വചനമാണ്, സത്യവചനമാണ്. മനുഷ്യൻ പറയുന്ന റിപ്പോർട്ടുകൾക്കൊക്കെ എപ്പോൾ വേണേലും മാറ്റം വരാം. മനുഷ്യൻ തരുന്ന റിപ്പോർട്ടുകൾക്കും മനുഷ്യൻ തരുന്ന കാര്യങ്ങൾക്കൊക്കെ ഏത് ടൈമിലും ചേഞ്ചസ് വരാം. എത്രയോ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞ ദമ്പതികൾക്ക് 30 വർഷം മക്കളില്ലാത്ത കുടുംബത്തിന് ദൈവം തലമുറയെ കൊടുത്തു. പ്രാർത്ഥനയിൽ അത്ഭുതം സംഭവിച്ചു. അപ്പോൾ സത്യമെന്ന് പറയുന്നത് വചനമാണ്. അബ്രഹാമിനും സാരയ്ക്കും വേണ്ടി പ്രവർത്തിച്ച സത്യമാകുന്ന ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. അപ്പോൾ സത്യം വചനമാണ്. നിങ്ങൾക്കൊരു രോഗമുണ്ടെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചത് ശരിയാണ്. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. 103-ാം സങ്കീർത്തനം 3-ാം വാക്യം, അവൻ നിന്റെ സകല അകൃത്യങ്ങളെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. ഇരമ്യ 33:6, അവൻ നിനക്ക് സാക്ഷാൽ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരുന്നു. മർക്കോസ് 16:17, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ രോഗിയുടെ മേൽ കൈ വെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. 107-ാം സങ്കീർത്തനം 20-ാം വാക്യം, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അതാണ് സത്യം. അതാണ് സത്യം. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ റിപ്പോർട്ട് ശരിയാണ്. സത്യം ദൈവമാണ്. ഫൈനൽ ആൻസർ ദൈവമാണ്. സത്യം ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾക്കതിൽ വിശ്വസിക്കാൻ കഴിയണം. ഒരു കൂട്ടം ശരികളിൽ വിശ്വസിക്കുന്നവരാകരുത്. ഇപ്പോൾ കടഭാരമുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, ബാങ്കിൽ ലോണുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. ശരിയല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ശരിയാണ്. പക്ഷെ സത്യം അതല്ല. സത്യം, എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ എനിക്കത് പൂർണ്ണമായും തീർത്തു തരും എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ സത്യദൈവത്തെയാണ്, സത്യവചനത്തെയാണ്, സത്യസുവിശേഷത്തെയാണ്, സത്യത്തിൻ്റെ ആത്മാവിനെയാണ്.
ഹല്ലേലൂയ. ആ സത്യം നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് നിന്റെ കാതിലും നിന്റെ ചിന്തയിലും കുറേ ഭോഷ്കുകൾ തന്ന ആ ഭോഷ്കിൽ നിന്നെ കുരുക്കിയിടുക, ആ കള്ളത്തരത്തിൽ നിന്നെ കുരുക്കിയിടുക, ആ ചിന്തയിൽ നിന്നെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ് വിശ്വാസത്തിൽ വന്നില്ല എന്നുള്ളത് ശരിയാണ്, നിങ്ങളുടെ ഭാര്യ വിശ്വാസത്തിൽ വന്നില്ല എന്നുള്ളത്, പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ സത്യം അതല്ല. സത്യം നിങ്ങളുടെ വാഗൊണ്ട് പറയണം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. ഞാൻ സത്യം നിങ്ങളുടെ ബെൽറ്റായിരിക്കണം, നിങ്ങളുടെ അരയ്ക്ക് കെട്ടണം. അത് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തരും, അത് നിങ്ങൾക്ക് ഭയങ്കര ഉറപ്പ് തരും. ഹല്ലേലൂയ. അരയ്ക്ക് ആ കെട്ടിയിരിക്കുന്ന ബെൽറ്റ് നല്ല മുറുകി നല്ല ഉറപ്പോടെ കിടക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരും, നമുക്കൊരു ഉറപ്പ് തരും, ഓടാനും ചാടാനും പ്രവർത്തിക്കാനും എല്ലാം. ഹല്ലേലൂയ. ആ സത്യം നമ്മുടെ അരയ്ക്കുണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. സത്യസന്ധമായി സുവിശേഷം പറഞ്ഞാൽ, സത്യസന്ധമായി പ്രാർത്ഥിച്ചാൽ, സത്യസന്ധമായി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ, സത്യസന്ധമായിട്ടുള്ള ഡീലുകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്, അവർക്ക് ലഭിക്കുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്. അതുകൊണ്ട് സത്യം നിങ്ങളുടെ അരയ്ക്ക് ബെൽറ്റായി നിങ്ങൾ കെട്ടണം. അത് ദൈവത്തിൻ്റെ വചനമാണ്, അത് സുവിശേഷമാണ്, അത് സത്യത്തിൻ്റെ ആത്മാവാണ്. രണ്ടാമതായിട്ട് ബൈബിൾ നമ്മളോട് പറയുന്നു, നീതി എന്ന കവചം ധരിക്കുക. The breastplate of righteousness. നീതിയുടെ കവചം ധരിക്കുക. ഇതൊരു ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട, ഒത്തിരി സമയമെടുത്ത് കേൾക്കേണ്ടതായ ഒരു വിഷയം തന്നെയാണ്. എന്താണ് നീതിയുടെ കവചം എന്ന് പറയുന്നത്? റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാകുന്നു. യേശു നീതിമാനാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനാണ്. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം വ്യക്തമാക്കുന്നു. നമ്മുടെയൊക്കെ അകത്ത് ഭയങ്കരമായ കുറ്റബോധങ്ങളും തെറ്റിദ്ധാരണകളും, ഞാൻ വിശുദ്ധനല്ല, ഞാൻ നീതിമാനൊന്നുമല്ല, ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല, ഞാൻ ഒരിക്കലുമല്ല. യേശു നീതിമാനും. സമ്മതിക്കുന്നുണ്ടോ? യേശുവെങ്കിലും നീതിമാനാണെന്ന്. യേശു നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ അവൻ നീതീകരിക്കുന്നവനുമാണ്. അവനിൽ വിശ്വസിച്ചാൽ, അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട നിങ്ങൾ ആ നീതിയിൽ വെളിപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതാണ് റോമർ 5:1 പറയുന്നത്. ബൈബിൾ നമ്മൾക്ക് വ്യക്തമാക്കുന്നു, ഹല്ലേലൂയ, വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1. യെശയ്യാപ്രവചനം 54:14. നീതിയാൽ ഞാൻ സ്ഥിരമായി നിൽക്കും, പീഡനത്തോട് ഞാൻ അകന്നിരിക്കും, ഭീഷണികളോട് ഞാൻ അകന്നിരിക്കും, എനിക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ ആരുടെ നീതിയാലാണ് സ്ഥിരമായി നിൽക്കുന്നത്? ക്രിസ്തുവിൻ്റെ നീതിയാൽ. എൻ്റെ പെർഫോമൻസ് കൊണ്ടല്ല ഞാൻ നീതീകരിക്കപ്പെട്ടത്, എൻ്റെ കർത്താവിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ്. എൻ്റെ നീതിയാലല്ല ഞാൻ നീതിമാനായത്, ക്രിസ്തുവിൻ്റെ നീതിയാലാണ്. എൻ്റെ അനുസരണത്താലല്ല ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്, ക്രിസ്തുവിൻ്റെ അനുസരണം, പിതാവിനോടുള്ള അനുസരണത്താൽ ആ ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയ അനുഗ്രഹത്തെ അവനിലുള്ള വിശ്വാസത്താൽ ഞാൻ സ്വായത്തമാക്കി, ഞാൻ സ്വീകർത്താവായി, ഞാനതിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. 1 കൊരിന്ത്യർ 15:34. A way to righteousness and sin not. നീതിബോധത്തിൽ ഉണരുവീൻ, പാപം ചെയ്യാതിരിക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ മക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ അകത്തൊക്കെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്ത തെറ്റുകളും പാപങ്ങളും കുറവുകളും അകൃത്യങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ടാകാം. ഒരു സ്ക്രീനിൽ എന്നതുപോലെ, ഒരു ടെലിവിഷനിൽ എന്നതുപോലെ, ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, ടെലിവിഷനിൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, ഈ ലാപ്ടോപ്പിൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ, ഈ ഐപാഡിൽ നിങ്ങൾ എന്നെ കാണുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില വിഷയങ്ങളെ, ചില തിന്മകളെ ഇപ്പോഴും പിശാച് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ച് നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷെ അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. നിങ്ങളെന്ന് നിങ്ങളുടെ അകൃത്യങ്ങളെ, നിങ്ങളുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചുവോ, എപ്പോൾ യേശുവിൻ്റെ രക്തവുമായിട്ട് ആ വിഷയത്തെ കണക്ട് ചെയ്തുവോ, അപ്പോൾ തന്നെ പൈശാചിക മണ്ഡലത്തിൻ്റെ പിടി
അതിൻ്റെ മേൽ നിന്ന് ഉടയപ്പെട്ടു. നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനും, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിനും, നിൻ്റെ അപ്പന്മാർ ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിനും, ശാപത്തിൻ്റെ പരിഹാരത്തിനുമായി യേശു ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി. അതുകൊണ്ടാണ് 1 പത്രോസ് 1:19 പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല നമ്മളെ വീണ്ടെടുത്തത്, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത്. കണ്ടോ, ആ പിതൃപാരമ്പര്യങ്ങളെല്ലാം തകർത്തത് യേശുവിൻ്റെ രക്തമാണ്. മുൻകഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തതിനെ, അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നിങ്ങൾ പ്രവർത്തിച്ചതിനെ നിങ്ങളോട് ക്ഷമിച്ച് തൻ്റെ രക്തത്താൽ ആ അകൃത്യങ്ങളെ മായിച്ച് നിങ്ങളെ വിശുദ്ധീകരിച്ചൊരു നല്ല കർത്താവ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ആ കുറ്റബോധത്തിൽ നിങ്ങൾ ജീവിക്കരുത്. കാരണം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് കുറ്റബോധമല്ല, നീതിബോധമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യമാണ്. നിങ്ങളുടെ അകത്ത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, പാപമായിരുന്നു ഞാൻ ചെയ്തത് എന്നത് പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും ബോധിപ്പിച്ചു തരും. പക്ഷേ ആ പാപബോധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ രണ്ടാമതായി കൊണ്ടുപോകുന്നത് കുറ്റബോധത്തിലേക്കല്ല, അത് പിശാചാണ് ചെയ്യുന്നത്. പാപബോധത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ രണ്ടാമതായി കൊണ്ടുപോകുന്നത് നീതിബോധത്തിലേക്കാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നീതിബോധത്തിലേക്കാണ്. യേശുവിൻ്റെ സന്നിധിയിൽ എനിക്ക് നീതീകരണമുണ്ട്, അവൻ്റെ രക്തത്താൽ എനിക്ക് വിശുദ്ധീകരണമുണ്ട്. ഞാൻ അവനിൽ വിശ്വസിക്കുമ്പോൾ അവൻ എന്നെ നീതീകരിക്കുന്ന ദൈവമാണ്. ആ നീതിയുടെ ബോധത്തെ അവൻ എനിക്ക് നൽകുവാനിടയായി തീരും. ആ നീതിയാൽ യെശയ്യാ 54:14 ഞാൻ സ്ഥിരമായി നിൽക്കും. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് എൻ്റെ നീതിയിലല്ല, ക്രിസ്തുവിൻ്റെ നീതിയിലാണ്. ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്നത് എൻ്റെ അനുസരണത്തിലല്ല, ക്രിസ്തുവിൻ്റെ അനുസരണത്തിലാണ്. ഞാൻ അനുസരിക്കേണ്ടവനാണ്, ഞാൻ നീതിബോധത്തിൽ ജീവിക്കേണ്ടവനാണ്, ഞാൻ ദൈവത്തിന് പ്രസാദമുള്ളത് പ്രവർത്തിക്കേണ്ടവനാണ്. എല്ലാം ശരിയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ പെർഫോമൻസ് കൊണ്ടോ എൻ്റെ ഏതാണ്ട് പ്രവൃത്തി കൊണ്ടോ അല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ ദൈവവൈതലായി നിൽക്കുന്നത്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അംഗമായിരിക്കുന്നത്. മുമ്പേ ദൂരസ്ഥനായിരുന്ന എന്നെ ക്രിസ്തുവിൻ്റെ രക്തം സമീപസ്ഥനാക്കി മാറ്റി. അന്യനായിരുന്ന എന്നെ, അയോഗ്യനായിരുന്ന എന്നെ യോഗ്യനാക്കി മാറ്റി. കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവായി ക്രിസ്തുവിനോടുകൂടെ ചേർത്തൊട്ടിച്ച് ഫലമുള്ള ഒരു ജീവിതത്തിനുടമയാക്കി മാറ്റി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ റോമർ 5:1 നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭയങ്കര സമാധാനത്തോടെ നിൽക്കാൻ നിങ്ങൾക്ക് പറ്റണം. ദൈവസന്നിധി ചെന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി കർത്താവേ, അങ്ങനെ പറഞ്ഞു പോയി കർത്താവേ, അങ്ങനെ ചിന്തിച്ചു ഒന്നും വേണ്ട. നിങ്ങളത് ഏറ്റു പറഞ്ഞാണോ? നിങ്ങളതിന് ക്ഷമ ചോദിച്ചതാണോ? നിങ്ങളതിന് വേണ്ടി പ്രാർത്ഥിച്ചതാണോ? നിങ്ങളതിൽ മനസ്സാന്തരപ്പെട്ട ആളാണോ? യു റിപ്പൻറ്റഡ്? ആർ യു റിപ്പൻറ്റഡ് ദാറ്റ്? നിങ്ങൾ റിപ്പൻറ്റഡ് ആണോ? അതിൽ ദൈവം അതിനെ മറന്നിരിക്കുന്നു. ദൈവം അത് നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഇനി അതും ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞ് ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയെ ലാക്കാക്കി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മൂന്നാമതായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധ വർഗങ്ങളിൽ സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കുക. ഫീറ്റ് പ്രിപ്പയർഡ് വിത്ത് ദ ഗോസ്പൽ ഓഫ് പീസ്. ഇവിടെ ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് കണക്ട് ചെയ്തിരിക്കുന്നത് സമാധാനം എന്ന വാക്കിനോടുള്ള ബന്ധത്തിലാണ്. കാരണം ഭിന്നതയുടെ മതിലിനെ ഇടിക്കുന്നത് സമാധാന സുവിശേഷമാണ്. നമ്മൾ നിലകൊള്ളേണ്ടതും നിലനിൽക്കേണ്ടതും സുവിശേഷത്തിലും സുവിശേഷത്തിന് വേണ്ടിയുമാണ്. കാരണം എവിടെ സുവിശേഷം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെ സമാധാനം ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മൾ കേട്ടിരിക്കുന്നത് പോലെ നരഭോജികളുടെ രാജ്യമായിരുന്നു. ഇന്ന് സുവിശേഷം അവിടെ സ്പ്രെഡ് ചെയ്തത് നിമിത്തം അവിടെ സമാധാനമുണ്ട്, അവിടെ ഐക്യതയും സന്തോഷമുണ്ട് ദൈവമക്കളുടെ ഇടയിൽ. എവിടെ സുവിശേഷം വെളിപ്പെട്ടിട്ടുണ്ടോ, അതൊരു വീട്ടിലാണെങ്കിലും സുവിശേഷത്തിനകത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സുവിശേഷം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ആ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് സുവിശേഷത്താൽ വന്നിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം
തരുന്നത് പോലെയല്ല. മനുഷ്യന് തരുവാൻ കഴിയാത്ത, ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം യേശുവിന് നിങ്ങൾക്ക് തരാൻ കഴിയും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 3 സമാധാനം. ഒന്ന്, ദൈവം തരുന്ന സമാധാനം. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അത് ദൈവം തരുന്ന സമാധാനമാണ്. നിങ്ങൾ വേദനയിലിരിക്കുമ്പോൾ, നിങ്ങൾ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ സമാധാനം കർത്താവ് നിങ്ങൾക്ക് തരുന്നു. 2, ദൈവത്തോടുള്ള സമാധാനം. അതാണ് റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കുറ്റബോധമില്ലാത്ത ഹൃദയത്തോടെ, ഐ എം ദ ചൈൽഡ് ഓഫ് ദ ലോർഡ്, ഐ എം നോട്ട് എ സിന്നർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാപിയല്ല, ഞാൻ കർത്താവിൻ്റെ മകനാണ്. ഐ എം ദ ചൈൽഡ് ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ മകനാണ്, മകളാണ്, കുഞ്ഞാണെന്നുള്ള ഉറപ്പ്. 3, നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സമാധാനമുണ്ട്. നമ്മുടെ ലൈഫിൽ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ചുകൊണ്ട്, വേണ്ടാത്ത വാതിലുകളെ അടച്ചുകൊണ്ട്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട്, മാറ്റി വെക്കേണ്ടതിനെ മാറ്റി വെച്ചുകൊണ്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഞാൻ ദൈവദാസന്മാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്ന ആളായി നിൽക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക. നിങ്ങൾ ദൈവവേല ഭംഗിയായി, വിശ്വസ്തരായി, വിശുദ്ധിയോടെ ചെയ്യുക. അതിൻ്റെ കൂടെ മറ്റ് പരിപാടികൾക്കും, വസ്തു കച്ചവടത്തിനും വണ്ടി കച്ചവടത്തിനും ഒക്കെ പോയിട്ട് ഒരിക്കലും നിങ്ങളുടെ സമാധാനത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നവരും കളയുന്നവരുമായി തീരരുത്. കാരണം നമ്മളിൽ ഉള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഫ്രീ ആണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ 2 കരങ്ങളും ഫ്രീ ആണെങ്കിൽ മാത്രമേ കെട്ടപ്പെട്ട് കിടക്കുന്നവൻ്റെ കെട്ടെനിക്ക് അഴിച്ചുവിടാൻ പറ്റത്തുള്ളൂ. ഞാൻ കെട്ടപ്പെട്ടവനായി കിടക്കുമ്പോൾ കെട്ടപ്പെട്ട് കിടക്കുന്നവനെ എനിക്ക് ഫ്രീ ആക്കാൻ പറ്റത്തില്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു പീസ് ഓഫ് മൈൻഡിൽ എപ്പോഴും നിൽക്കേണ്ടത് ആവശ്യമാണ്. അതിന് ആ സമാധാനത്തെ കളയാൻ, നമ്മുടെ സ്വസ്ഥതയെ കളയാൻ, നമ്മുടെ സന്തോഷത്തെ കളയാൻ പിശാച് കൊണ്ടുവരുന്ന സകല കാര്യങ്ങളെയും നമ്മൾ ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. എസ് എന്ന് പറയേണ്ടടുത്ത് യെസ് എന്ന് പറയാനും, നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ, നമ്മുടെ സമാധാനത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായി തീരും. അതുകൊണ്ട് ദൈവം തരുന്ന സമാധാനമുണ്ട്, ദൈവത്തോടുള്ള സമാധാനമുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനമുണ്ട്. എന്നാൽ ഇവിടെ ബൈബിൾ നമ്മളോട് വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്, സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കുക. ഈ ചെരുപ്പെന്ന് പറയുന്നത്, നമ്മൾ പലരും നമ്മുടെ ഷൂസിലാണ് നിൽക്കുന്നത്, നമ്മുടെ ചെരുപ്പിലാണ് നിൽക്കുന്നത്. ഈ സമാധാനം അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാ സർവായുധ വർഗ്ഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല അല്ലേ? ഈ എന്തിനാണ് ഈ കാലിൻ്റെ ചെരുപ്പ് സമാധാന സുവിശേഷമാക്കിയത്? അപ്പം അരയ്ക്ക് ബെൽറ്റുണ്ട്, നെഞ്ചിൽ നീതിയുടെ കവചമുണ്ട്, കയ്യിൽ വചനമെന്ന വാളുണ്ട്. ഇതെല്ലാം നമ്മുടെ പക്കലുണ്ടെങ്കിലും തലയിൽ രക്ഷയുടെ ശിരസ്ത്രമുണ്ട്. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ സമാധാനം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, സമാധാനത്തിൽ നിന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സമാധാനത്തെ, ആ സമാധാന സുവിശേഷത്തെ നമ്മുടെ കാലിന് ദൈവം ചെരുപ്പാക്കി തന്നത്. നമ്മൾ ആ ചെരുപ്പിലാണ് നിൽക്കുന്നത്, നമ്മൾ ആ സമാധാനത്തിലാണ് നിൽക്കേണ്ടത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ആ സമാധാനത്തെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സമാധാനം ഉണ്ടെങ്കിലല്ലേ വെച്ച ആഹാരം സന്തോഷത്തോടെ കഴിക്കാൻ പറ്റത്തുള്ളൂ. സത്യം പറഞ്ഞാൽ മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ പ്രസംഗിക്കാനും ശുശ്രൂഷിക്കാനും, ശരിക്കും പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് എഫേസ്യർ 4:3 പൗലോസ് പറയുന്നത്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുവീൻ. അപ്പോൾ ആത്മാവിൻ്റെ ഐക്യത, ഈ ഐക്യതയുള്ളിടത്താണ് സമാധാനമുള്ളത്. ഐക്യതയുള്ളിടത്തേ സമാധാനമുള്ളൂ. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ
കാക്കുവാൻ ശ്രമിക്കുവീൻ. അതൊരു ശ്രമത്തിലൂടെ മാത്രമേ കഴിയത്തുള്ളൂ. അതാ യേശു പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. സമാധാനം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ എല്ലാവരും സമാധാനത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ. സമാധാന സുവിശേഷം നിങ്ങളുടെ കാലിന് ചെരുപ്പാക്കണം. നാലാമതായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സർവായുധവർഗത്തിൽ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ദുഷ്ടൻ്റെ തീയമ്പുകൾ എപ്പോഴും ഒരു വിശ്വാസിക്കെതിരെ, ഒരു ദൈവ പൈതലിനെതിരെ അവൻ തീയമ്പുകൾ എയ്തുകൊണ്ടേയിരിക്കുകയാണ്. മൊത്തം തകർത്ത് കളയാൻ, കത്തിച്ച് കളയാൻ, ഉന്മൂലനാശം ചെയ്യാൻ അവൻ തീയമ്പുകളെ അയച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് അവൻ വിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീയമ്പാണ് ഈ സംശയവും തെറ്റിദ്ധാരണയുമൊക്കെ. ഈ സംശയവും തെറ്റിദ്ധാരണകളുമാകുന്ന തീയമ്പുകൾ നിങ്ങൾക്കെതിരെ അയച്ചു വിടുമ്പോൾ വിശ്വാസം എന്ന ആ പരിച നിങ്ങൾ എടുത്ത് ഉയർത്തിപ്പിടിക്കണം. വിശ്വാസം എന്ന ഷീൽഡ്, ദ ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിശ്വാസം എന്ന പരിച നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ വരുന്ന തിന്മയുടെ സകല തീയമ്പുകളെയും നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. എബ്രായർ 11:27 ബൈബിൾ പറയുന്നുണ്ട്, ഈ ഫറവോൻ അയച്ച തീയമ്പുകളെ മുഴുവൻ മോശ ജയിച്ചത് വിശ്വാസത്താൽ. മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. ആ വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള വിശ്വാസത്തിൽ മോശ നിന്ന ആ നിപ്പുണ്ടല്ലോ, ആ നിപ്പാണ്, ആ ഷീൽഡാണ് ഫറവോൻ അയച്ച എല്ലാ തീയമ്പുകളും പാളിപ്പോയത്. വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ കഴിയണം. എബ്രായർ 3:12, 13, 14 വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവീൻ. ഹല്ലേലൂയ. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം, അതൊരു ദുഷ്ടഹൃദയമാണ്. ഇന്ന് വിശ്വാസം എന്ന പരിചയം എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദുഷ്ടൻ്റെ തീയമ്പുകളെ തടയേണ്ട നിങ്ങൾ അവിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു പൈശാചികമായ അറ്റാക്കാണ് പ്രിയപ്പെട്ടവരെ. യോബിൻ്റെ ജീവിതത്തിൽ എല്ലാം ജോബിന് നഷ്ടപ്പെടുമ്പോൾ തൻ്റെ ഭാര്യ പോലും തൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ പറഞ്ഞപ്പോഴും ജോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞില്ലേ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അത് ആ മനുഷ്യൻ്റെ ആ വെയിറ്റിംഗ് എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ഒരു കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനെ ദൈവം കണ്ടില്ലെന്ന് നടിച്ചില്ല. ദൈവം ജോബിൻ്റെ ജീവിതത്തെ അത്ഭുതമാക്കി തീർത്തു. അതുകൊണ്ട് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമുക്കൊരിക്കലും ഉണ്ടാകാതെ അതിനെ ബ്രേക്ക് ചെയ്യണം. ആ ഈവിളായിട്ടുള്ള അൺബിലീഫിനെ, അവിശ്വാസത്തെ, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ചിന്തകൾ കൊണ്ടുവരുന്നതിനെയൊക്കെ ബ്രേക്ക് ചെയ്യണം. മാത്രമല്ല, നമുക്കൊരു മറ്റൊരു ദൗത്യം കൂടെ ദൈവവൈതലാകുന്ന നിങ്ങൾക്ക്, ദൈവദാസനാകുന്ന നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 13:43 വാക്യം, അവർ അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല, മറ്റുള്ളവർ വിശ്വാസത്തിൽ നിൽക്കേണ്ടതിന് നമ്മളവരെ ഉത്സാഹിപ്പിക്കണം വാക്കുകൾ കൊണ്ട്. അതാണ് ബൈബിൾ പറയുന്നത്, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് താങ്ങുവാൻ അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് അധരം നൽകിയിരിക്കുന്നു. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസത്തിൻ്റെ വാക്കുകൾ മക്കളോട് പറയണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ കൂട്ടുവേലക്കാരോട് പറയണം. നെഗറ്റീവ് പറയുന്നത് അവസാനിപ്പിക്കണം. കാരണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ ശരിക്കും ഒരു പരിചയമാണ്. വിശ്വാസത്തിൻ്റെ വാക്ക് ഒരു പരിച തന്നെയാണ്. മർക്കോസ് 11:23-24, നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും. വിശ്വാസം ഒരു വലിയ പരിചയ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഞ്ചാമതായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നൽകിയ സർവായുധവർഗമാണ് ദ ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ, രക്ഷ എന്ന ശിരസ്ത്രം. ഹല്ലേലൂയ. ഈ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് താൻ കാരാഗൃഹത്തിൽ കിടന്ന് എഴുതുമ്പോൾ റോമൻ പട്ടാളക്കാർ ഇടനാഴികളിലൂടെ നടക്കുന്നത് പുള്ളിക്ക് കാണാൻ കഴിയുന്നു. റോമൻ പട്ടാളക്കാരാണല്ലോ തന്നെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ റോമൻ പട്ടാളക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ വിശ്വാസം എന്ന പരിച, രക്ഷ എന്ന ശിരസ്ത്രം, അവരുടെ കയ്യിലിരിക്കുന്ന വാള്, ഇതെല്ലാം താൻ വെളിപ്പാടായി അല്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ടൊരു സന്ദേശമായി കൈമാറുകയാണ്. എന്താണ് ഈ ഹെൽമറ്റ് ഓഫ് സാൽവേഷൻ? ഈ റോമൻ സോൾജിയേഴ്സിൻ്റെ
ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ അവരുടെ ശിരസിൽ വെച്ചിരിക്കുന്ന ഹെൽമെറ്റാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അത് കുതിരപ്പുറത്തൊരു റോമൻ പട്ടാളക്കാരൻ വരുമ്പോൾ തന്നെ ആദ്യം ദൂരെ നിന്ന് തന്നെ കാണുന്നത് ആ ഹെൽമറ്റും അതിൻ്റെ മുകളിലുള്ള ആ ക്രമീകരണങ്ങളും ഒക്കെയാണ്. ഭയങ്കര ഡിഫറെൻ്റ് ആണ് ആ ഹെൽമറ്റ് എന്ന് പറയുന്നത്. രക്ഷയുടെ ശിരസ്ത്രം എന്ന് പറയുന്നത് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആക്കുന്നതാണ്. നമ്മളുടെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ്. ഒരു റോമൻ പട്ടാളക്കാരൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ അവൻ്റെ ഹെൽമറ്റിലാണ്. നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ലഭിച്ച രക്ഷയുടെ അനുഭവമാണ്. നമ്മൾ മറ്റുള്ളവരിൽ ശ്രദ്ധേയനാകുന്നത് ആ രക്ഷയിൽ നമ്മൾ നിലകൊള്ളുമ്പോഴാണ്. പ്രൈസ് ഗോഡ്. ആ രക്ഷാ നിർണയത്തിനകത്ത് ഹെൽമറ്റിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഹെൽമറ്റ് ധരിച്ചാൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. രക്ഷാനിർണയം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതൽ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. എന്താണ് ഈ രക്ഷയെ ഹെൽമറ്റിനോടുകൂടെ, സാൽവേഷനെ ഹെൽമറ്റോടുകൂടെ കമ്പയർ ചെയ്തത്? കാരണം ശിരസ് സുരക്ഷിതമെങ്കിൽ മാത്രമേ ബാക്കിയുള്ള അവയവങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കത്തുള്ളൂ. ശിരസ് സുരക്ഷിതമല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ശരീരാവയവങ്ങളും സുരക്ഷിതമല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, ശരീരത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുള്ളിയുടെ തലയിടിച്ചാൽ പുള്ളി വീണേ, അങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. കാരണം ബാക്കി കൈക്കോ കാലിനോ അവയവങ്ങൾക്കോ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ശിരസ്സിന് പ്രശ്നം വന്നു. ശിരസ് സുരക്ഷിതമാക്കണം. ശിരസ് സുരക്ഷിതമാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളും സുരക്ഷിതമായിരിക്കും. ബ്രെയിൻ ഡെത്തായി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അവയവങ്ങളൊന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. അതാർക്കെങ്കിലുമൊക്കെ ഡൊണേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, രക്ഷയെന്ന് പറയുന്നത് ഒരു ഹെൽമറ്റാണ്, ശിരസ്ത്രമാണ്. ആ രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള രക്ഷ നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ സുരക്ഷിതമായി ഒരു സെക്യൂർ പ്ലേസിലേക്ക് നമ്മൾ കയറുകയാണ്. കാരണം രക്ഷിക്കപ്പെടാതെ തുടർന്നുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതാണ് സ്റ്റാർട്ടിങ്. ഹെൽമറ്റിൻ്റെ പ്രത്യേകത അതല്ലേ. നമ്മളിപ്പം വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഹെൽമറ്റ് എടുത്ത് തലയിൽ വെച്ചാൽ അറിയാം ഒരു യാത്ര തുടങ്ങുകയാണ്. ഹെൽമറ്റ് ചുമ്മാ തലയിൽ വെച്ചോ വീട്ടിൽ നടക്കുമോ? ഇല്ല. ഹെൽമറ്റ് വയ്ക്കുന്നത് ഒരു ജേണിക്ക് വേണ്ടിയാണ്, ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ്, അല്ലേ? ഹെൽമറ്റ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, യാത്ര തുടങ്ങുന്നു. രക്ഷയുടെ ശിരസ്ത്രം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെച്ച് തന്നത്, രക്ഷ നിങ്ങൾക്ക് ലഭിച്ചത് ഒരു ജേണിക്ക് വേണ്ടിയാണ്. ഒരു യാത്ര അവിടെ ആരംഭിക്കുകയാണ്. അത് ക്രിസ്തുവിനോടുകൂടെയുള്ള യാത്രയാണ്. അത് ആനന്ദകരമേറിയ യാത്രയാണ്. ഹല്ലേലൂയ. ഭയരഹിതമായ യാത്രയാണ്. ആ രക്ഷയുടെ ശിരസ്ത്രം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആ പാട്ടിൻ്റെ വരികൾ ദൈവസന്നിധിയിൽ പാടുവാനിടയായി. ഡോക്ടർ ബ്ലസൻ മേമന എഴുതിയ ആ പാട്ടിൻ്റെ വരികൾ. ആ ആനന്ദകരമേറിയ യാത്ര നമുക്കുണ്ടാകണമെങ്കിൽ ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലേ, അൻപേറുന്ന കരങ്ങളാൽ അവൻ എന്നെ താങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ ശിരസ്ത്രം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു ജേർണിയിലാണ്, നിങ്ങളൊരു യാത്രയിലാണ്. ആ യാത്ര ഇങ്ങനെ കർത്താവിനോട് കൂടെ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോൾ വരെ യാത്രയുണ്ട്? ഈ യാത്ര കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുന്നത് വരെയുണ്ട്. ഇടയ്ക്കെങ്ങും ഈ ഹെൽമറ്റ് അഴിക്കാൻ പാടില്ല. രക്ഷയുടെ ശിരസ്ത്രം പകുതി വഴിയിൽ അഴിച്ച് ചില പിള്ളേർ ബൈക്കിൽ പോകുമ്പോൾ ഈ ഹെൽമറ്റ് അഴിച്ച് വെക്കുന്നത് പോലെ ഇത് വെക്കാൻ പറ്റത്തില്ല, സുരക്ഷിതമല്ല. അവരും അറിയുന്നില്ല അത് സുരക്ഷിതമല്ല, അത് നല്ല കാര്യമല്ല. അങ്ങ് എത്തുന്നത് വരെയും, ഈ ജേർണി ഫിനിഷ് ആകുന്നത് വരെയും ഹെൽമറ്റ് ശിരസിലുണ്ടാകണം. ഇതൊരു വെളിപ്പാടാണ്. രക്ഷയുടെ ശിരസ്ത്രം എങ്ങും അഴിച്ചു വെക്കരുത്, അഴിഞ്ഞു പോകരുത്, നഷ്ടപ്പെടുത്തരുത്. ഈ ജേർണി, ഈ യാത്ര അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനിയിൽ, നിത്യതയിൽ എത്തുന്നത് വരെയും ഈ രക്ഷ നഷ്ടപ്പെടാതെ നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും
മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോടു ചേർന്നിരുന്നാൽ ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹമെന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവൻ്റെ കൂടെ മതി. രക്ഷയുടെ ശിരസ്ത്രം അവൻ നമ്മുടെ ശിരസിൽ വെച്ചാൽ, ആ രക്ഷയിലേക്ക് നാം കടന്നു വന്നാൽ പിന്നൊരു യാത്ര ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ കൂടുള്ള യാത്ര. ആ യാത്ര പകുതി വഴിക്ക് അവസാനിപ്പിക്കാനുള്ളതല്ല, അന്ത്യം വരെ, അവസാനം വരെ, നിത്യതയിലെത്തുന്നത് വരെ ഈ രക്ഷയോടൊപ്പം, ഈ സന്തോഷത്തോടെ, ഈ കർത്താവിനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നവരായിരിക്കണം. ഇതൊറ്റയ്ക്കുള്ള യാത്രയല്ല. രക്ഷയുടെ ശിരസ്ത്രം അവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? രക്ഷകൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. രക്ഷകനാകുന്ന ക്രിസ്തു ഈ യാത്രയിൽ, ഈ പടകിൻ്റെ അമരത്ത് നിന്നോടൊപ്പം ഉണ്ടാകും. ഹല്ലേലൂയ. യു ആർ നോട്ട് അലോൺ. നിങ്ങൾ തനിച്ചല്ല. വലിയ ലോൺലെസ് അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഏകാന്തതകളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ യാത്രയിൽ നിങ്ങൾക്ക് മിണ്ടാനും പറയാനും, നിങ്ങൾക്ക് ചിരിക്കാനും സംസാരിക്കാനും, നിങ്ങൾക്ക് കരയാനും വാരിപ്പുണരാനും, നിങ്ങൾക്കെല്ലാറ്റിനുമായി യേശു കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഈ രക്ഷയെന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണ്, വലിയൊരു കാര്യമാണ്. Salvation is the greatest miracle, more than you getting any deliverance or healing your life. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ വിടുതലുകളെക്കായാലും, എല്ലാ സൗഖ്യങ്ങളെക്കായാലും, എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളെക്കായാലും ഏറ്റവും വലുതാണ് ക്രിസ്തുവിലുള്ള രക്ഷ. എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ? സാൽവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫൊർഗീവ്നെസ് ആണ്, പാപക്ഷമ. പാപക്ഷമ എനിക്ക് ലഭിച്ചതാണ് എനിക്ക് ലഭിച്ച രക്ഷ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന പാപവിമോചനവും പാപത്തിൻ്റെ അനന്തരഫലത്താൽ വെളിപ്പെടാനിരുന്ന ശിക്ഷാവിധിയിൽ നിന്ന് എനിക്ക് ലഭിച്ച വിമോചനമാണ് രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസ് 19:9-10 വാക്യങ്ങളിൽ സക്കായിയോട് യേശു പറഞ്ഞത്. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നു. നിങ്ങളുടെ ഭവനത്തിൽ രക്ഷകനായ ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിന് രക്ഷ വരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ രക്ഷിക്കപ്പെടട്ടെ. അവർ ദൈവത്തിലേക്ക് തിരിയട്ടെ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരാളിനോട് ചോദിച്ചു, പാസ്റ്റർ ബ്രദറെ എങ്ങനെയാ ഈ രക്ഷിക്കപ്പെടുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വ്യക്തമായി ബൈബിൾ പറയുന്നു. റോമർ 10:9, 10, 11 വാക്യങ്ങളിൽ ബൈബിൾ വ്യക്തമാക്കുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ രക്ഷകനെ നിനക്ക് ലഭിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കും.
രക്ഷകൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. കാരണം മത്തായി 1:21 മറിയത്തോട് ദൂതൻ പറയുന്നു, അവൻ മാനവകുലത്തെ മനുഷ്യകുലത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. രക്ഷകൻ യേശുവാണ്. ഹല്ലേലൂയ. രക്ഷകൻ ഒന്നേ ഉള്ളൂ, രക്ഷിതാവ് ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 4:12 ബൈബിൾ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇത് വലിയ ഭാഗ്യകരമേറിയ ഒരവസ്ഥയാണ്. ഈ പാപക്ഷമ ലഭിക്കുക, പാപവിമോചനമുണ്ടാകുക, ദൈവം നമ്മളോട് ആ പാപത്തെ ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. സങ്കീർത്തന പുസ്തകം 32 അധ്യായത്തിൻ്റെ 1-2 വാക്യത്തിൽ പറയുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഇവിടെ ഏതെൻ്റെ ലോട്ടറി അടിച്ച ആളാണോ? കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടു, ലോട്ടറി അടിച്ച ആൾ വലിയ പ്രതിസന്ധിയിലാണെന്ന്. ലോട്ടറി അടിച്ച ആളാണോ ഇവിടെ ഭാഗ്യവാൻ? ഏതാണ്ട് വസ്തുവോ വീടോ ഉള്ള ആളാണോ ഇവിടെ ഭാഗ്യവാൻ? ബ്ലസ്ഡ് ആയിട്ടുള്ളത്? എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഉണ്ടാകരുതെന്നല്ല. പക്ഷേ ബൈബിൾ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ അനുഗ്രഹീതൻ, ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1 2 വാക്യം, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ അനുഗ്രഹീതൻ, ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലൂക്കോസ് 18:26 ഈ പുരുഷാരം കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലൂക്കോസ് 18:26 രക്ഷിക്കപ്പെടാൻ ആർക്കു കഴിയും? എങ്ങനെയാണ് ഈ സാൽവേഷൻ ലഭിക്കുന്നത്? യേശു പറയുന്നുണ്ട് അതിൻ്റെ 27 വാക്യത്തിൽ, അത് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ അത് ദൈവത്താൽ സാധ്യം. അത് മനുഷ്യരാൽ അസാധ്യം, എന്നാൽ അത് ദൈവത്താൽ സാധ്യം. നിന്റെ ഭർത്താവിൻ്റെ രക്ഷ, നിന്റെ ഭാര്യയുടെ രക്ഷ, നിന്റെ മക്കളുടെ സാൽവേഷൻ, ഓ ജീസസ്, നിന്റെ സഹോദരങ്ങളുടെ സാൽവേഷൻ, നിന്റെ സഹോദരിയുടെ സാൽവേഷൻ, നിന്റെ അപ്പൻ്റെ സാൽവേഷൻ, നിന്റെ കുടുംബാംഗങ്ങളുടെ രക്ഷ, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ രക്ഷ മനുഷ്യരാൽ അസാധ്യമാണ്, പക്ഷേ അത് ദൈവത്താൽ സാധ്യമാണ്. കാരാഗൃഹ പ്രമാണിയോട് അപ്പോസ്തലപ്രവൃത്തി 16:31 അപ്പോസ്തലനായ പൗലോസും ശീലാസും പറയുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താണ് രക്ഷ? 1 തിമോത്തിയോസ് 1:15 യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്ന വചനം വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ അത് കാരണമാകുന്നു. എല്ലാവരും യേശുവിനെ അംഗീകരിക്കേണ്ടതിൻ്റെ കാരണം എന്താ? ഞങ്ങൾ പറയുന്നു എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം, എല്ലാവരും യേശു കർത്താവിൽ വിശ്വസിക്കണം, എല്ലാവരും യേശുവിനെ സ്വീകരിക്കണം. എന്താണ് അതിൻ്റെ കാരണം? എല്ലാവരും പാപികളാണ്. കടമല്ല അതിൻ്റെ വിഷയം. കടഭാരം മാറ്റാൻ മാത്രം ഇരിക്കുന്ന ആളാണ് യേശുവെങ്കിൽ കടമില്ലാത്തവന് യേശുവിനെ വേണ്ടല്ലോ. രോഗശാന്തിയല്ല അതിൻ്റെ കാരണം എല്ലാവരും സൗഖ്യത്തോടിരിക്കുന്നവർക്ക് രോഗശാന്തി വേണ്ടല്ലോ. എല്ലാവരും പാപികളാണ്. നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ നിങ്ങളിൽ പാപമുണ്ട്. ജന്മകർമ്മ പാപങ്ങളിൽ നിങ്ങൾ മുഴുകിക്കിടക്കുന്ന വ്യക്തിയാണ്. പാപികൾക്കൊരു രക്ഷകനേ ഉള്ളൂ, പാപികൾക്ക് ഒരു വിമോചകനേ ഉള്ളൂ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഒന്നേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. എന്നിൽ വസിക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുകയില്ല, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞവൻ യേശു കർത്താവ് മാത്രമാണ്, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 2:4 ബൈബിൾ പറയുന്നത്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. 1 തിമോത്തി 2:4 പൗലോസ് പറയുന്ന ഈ കാര്യത്തിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മുടെ ശിരസ്സായി തീരുന്നതാണ് രക്ഷയുടെ ശിരസ്ത്രം. യേശു എൻ്റെ ശിരസ്സായി മാറുന്നു, യേശു സഭയുടെ ശിരസ്സായി മാറുന്നു, യേശു എൻ്റെ കുടുംബത്തിൻ്റെ ശിരസ്സായി മാറുന്നു. ശിരസ്സാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ശിരസ് സുരക്ഷിതമാകുന്നത് ക്രിസ്തു എൻ്റെ തലയായി തീരുമ്പോഴാണ്. രക്ഷയുടെ ശിരസ്ത്രം ധരിക്കുക. 6ാമതായി, the sword of the spirit, വചനമെന്ന ആത്മാവിൻ്റെ വാള്. ഇത് ഭയങ്കര ഏറിയ കേട്ടോ. നമ്മൾ ശരിക്കും പൈശാചിക മണ്ഡലത്തെ വെട്ടേണ്ടത് വചനം വെച്ചാണ്. നമ്മുടെ സംശയങ്ങളെ, ആകുലതകളെയൊക്കെ പൊട്ടിക്കേണ്ടത് വചനം വെച്ചാണ്. നമുക്ക് ഇത്ര ഈ രക്ഷയുടെ ശിരസ്ത്രം, നീതിയുടെ കവചം, സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ,
ബാക്കിയെല്ലാം ഇങ്ങനെ നെഞ്ചത്ത് പിടിപ്പിച്ചിരിക്കുന്നു, കാലിൽ ഇട്ടിരിക്കുന്നു, തലയിൽ വെച്ചിരിക്കുന്നു. ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന ഒറ്റ സാധനമേ ഉള്ളൂ, അത് വചനമെന്ന ആത്മാവിൻ്റെ വാളാണ്. ജീസസ് അത് യൂസ് ചെയ്യുക, അത് ഉപയോഗിക്കുക. കാരണം എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാഴ്ചലയുള്ള ഏത് വാളിനേക്കായിലും അത് മൂർച്ചയേറിയതാകുന്നു. വചനം അധരത്തിൽ പറയണം, വചനം വാ കൊണ്ട് റിലീസ് ചെയ്യണം, വചനം നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടണം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും രോഗിയായിരിക്കുന്നെങ്കിൽ യെശയ്യാ 53:5 വാ കൊണ്ട് പറയണം, അവൻ്റെ അടിപ്പിണരുകളാൽ ഈ വ്യക്തിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വചനം പറയണം. മത്തായി 21:22 നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. യിരെമ്യാ 33:3 എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തത് മഹത്തായതും അഗോചരമായ കാര്യത്തെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഏതെങ്കിലും വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ അധരം കൊണ്ട് പറയണം, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ഏതെങ്കിലും പരാജയങ്ങളെ ഭയക്കുന്നുണ്ടെങ്കിൽ, തോൽവികളെ ഭയക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ 16:33 ബൈബിൾ പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ധൈര്യപ്പെട്, ജയിച്ചവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ധൈര്യപ്പെട്, ജയിച്ചവൻ നിങ്ങളെ ജയിപ്പിക്കും. ജയിച്ച കർത്താവ് നിങ്ങളെ ജയിപ്പിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് 12:11 അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. ജീസസ് കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും സാക്ഷ്യവചന നിമിത്തവും പിശാചിനെ ജയിച്ചു. വചനം അധരങ്ങൾ കൊണ്ട് ഉരുവിട്ടാട്ടെ പ്രിയപ്പെട്ടവരെ, വചനം വാ കൊണ്ട് പറഞ്ഞാട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. വചനം നിങ്ങളുടെ കയ്യിൽ ദൈവം വെട്ടാൻ തന്നിരിക്കുന്ന, ചിലതിനെ മുറിക്കാൻ തന്നിരിക്കുന്ന, ചിലതിനെ റിമൂവ് ചെയ്യാൻ തന്നിരിക്കുന്ന വാളാണ്. ഉപയോഗിക്കണം, ഉപയോഗിക്കണം, ഉപയോഗിക്കണം. 7-ാമത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്, ഏതു നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ചു. സാധാരണ ഈ ദ കംപ്ലീറ്റ് ആർമർ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗങ്ങൾ എന്ന വിഷയത്തിൽ 6 കാര്യങ്ങളെ പറയാറുള്ളൂ. ഇപ്പോൾ പഠിപ്പിച്ച 6 കാര്യങ്ങളെ പലരും പറയാറുള്ളൂ. പക്ഷെ ഞാൻ 7-ാമത് ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുകയാണ്. ഏതു നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ചു. എല്ലാത്തിനെ പോലെ അത് ഇമ്പോർട്ടൻ്റ്, അത് ഒരു ആയുധം തന്നെയാണ്. പ്രേയിങ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. 1 കൊരിന്ത്യർ 14:14-15 ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് ടങ്സിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷ പ്രാർത്ഥിക്കണം. മലയാളം കുറച്ച് പറഞ്ഞാൽ മതി, ഇംഗ്ലീഷ് കുറച്ച് പറഞ്ഞാൽ മതി. ബുദ്ധിയുടെ പ്രാർത്ഥനകളൊന്ന് കുറച്ചിട്ട് ആത്മാവിലുള്ള പ്രാർത്ഥനകൾ കൂട്ടണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കുറേയും കൂടെ സമയമെടുക്കണം. ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങൾ അതിൽ വരത്തില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ അതിലുണ്ടാകത്തുള്ളൂ. ബിക്കോസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് സെർച്ചിങ് ഓൾ തിങ്സ്, ദ ഡീപ് തിങ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിലെ ആഴങ്ങളെ ആരായുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും എൻ്റെ ഇഷ്ടങ്ങളല്ല ദൈവത്തോട് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമാകും. അതുകൊണ്ട് ഏതു നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. കാരണം റോമർ 8:26-27 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, അവിടെ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, എന്താ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൃത്യമായും ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയായി തീരും. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ, ഒറ്റ അധ്യായമേ ഉള്ളൂ, 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. Praying in the Holy Spirit. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. സർവായുധ വർഗ്ഗങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തുക. ഓ താങ്ക് യു പ്രഷ്യസ് ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. 1 അരയ്ക്ക് സത്യം കെട്ടുക, 2 നീതി എന്ന കവചം ധരിക്കുക, 3 സമാധാന സുവിശേഷത്തിനായുള്ള ചെരുപ്പ് കാലിൽ അണിയുക, 4 വിശ്വാസം എന്ന പരിചയം എടുക്കുക, 5 രക്ഷയെന്ന ശിരസ്ത്രം ധരിക്കുക, 6 ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് കൈക്കൊള്ളുക, 7 ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുക.
താങ്ക് യു ഹോളി ഗോസ്റ്റ്, താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ, ഇന്നത്തെ ഈ ആരാധനയിൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ഈ സന്ദേശം, ഈ മെസ്സേജ്, ഇത് ദൈവം എന്നോട് അറിയിച്ചതിന് പ്രകാരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായി പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. ഇത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നൽകി. ഇത് വീണ്ടും വീണ്ടും കേൾക്കണം. ഈ മെസ്സേജ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണമെന്ന് കർത്താവ് നിങ്ങളെ അറിയിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ അത് സൃഷ്ടിക്കും. വലിയ അത്ഭുതങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായി തീരും. ദൈവത്തിൻ്റെ സർവായുധവർഗങ്ങളെക്കുറിച്ച്, പൈശാചിക മണ്ഡലം എവിടെയാണ് നമ്മളോട് പോരാടുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടതും അലേർട്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫാദർ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ബ്ലെസ് ദം ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ആത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കുന്നവരായി ഇപ്പോൾ തന്നെ അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ, അവർ സ്തുതിക്കുമ്പോൾ പ്രസൻസ് ഓഫ് ഗോഡ് അവരെ തൊടട്ടെ. ദൈവ സാന്നിധ്യം അവരെ തൊടട്ടെ. ഇന്ന് കണ്ട മിശ്രൈമിനെ അവർ മേലാൽ കാണുകയില്ല. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അവരിൽ സംഭവിക്കട്ടെ. ഒരു പുതിയ ഈറ, ഒരു പുതിയ സീസൺ അവർ മുമ്പിൽ ഓപ്പൺ ആകുന്നതിന് നന്ദി. അവർ ഈ ജോർദാനെ ക്രോസ് ചെയ്യുന്നത് ഒരു ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്ങിനാകിയാൽ ഞാൻ നന്ദി പറയുന്നു കർത്താവേ. അവർ ചിലതിനെ പാസ് ചെയ്തു പോകുന്നത് വലിയ ചില ഡെലിവറൻസുകളിലേക്കാകിയാൽ ഞാൻ നന്ദി പറയുന്നു കർത്താവേ. അത്ഭുതമാക്കി അവരെ തീർക്കും, വിടുതലുകളാക്കി തീർക്കും. ചിന്തകളെയും ആത്മാവിനെയും ശരീരത്തെയും പ്രാണനെയും എല്ലാം യേശുവിന് കൊടുത്തുകൊണ്ട് അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി പരിശുദ്ധാത്മാവിന്, യേശു കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ സ്വർഗം അവർക്ക് കൃപ ചെയ്യണമേ. നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. നിന്റെ വചനത്താൽ അനുഗ്രഹിച്ചതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമക്കളെ, ഒത്തിരി ഡെലിവറൻസുകൾ, ഒത്തിരി ഹീലിങ്ങുകൾ, ഒത്തിരി മിറക്കിളുകൾ സംഭവിച്ചതായിട്ട് കർത്താവ് എന്നോട് പറയുന്നു. ഒത്തിരി ചിന്തകളിലൊക്കെ പിശാച് കെട്ടി ഒത്തിരി കെട്ടുകൾ അഴിഞ്ഞു വീണിരിക്കുന്നു. ഗ്രേറ്റർ ഡെലിവറൻസുകൾ നടന്നിരിക്കുന്നു. വലിയ സന്തോഷം കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നോർത്ത് ഇന്ത്യൻ ഈ മിഷൻ ട്രിപ്പുകളുടെ ഇടയിലാണ് ഞങ്ങൾ ഇങ്ങനെ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് ദൈവം ഒരു ഭയങ്കര ഗൈഡൻസ് നൽകിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ മെസ്സേജ് പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെല്ലാം പലയിടങ്ങളിൽ മീറ്റിംഗ് നടക്കുന്നു. ഈ പാസ്റ്റർ ടിനു ജോർജ് എന്ന ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. അതിനകത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. എവിടേക്കാണ് മീറ്റിങ്ങിൽ നടക്കുന്നതെന്നുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാകാനിടയാകും. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ഡേറ്റ്സുകൾ ലഭ്യമാകും. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചിൻ്റെ പണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മിഷൻ ട്രിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ മിഷൻ ട്രിപ്പുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ കർത്താവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക. ദൈവരാജ്യത്തിന് നമ്മളൊരു അനുഗ്രഹമാകട്ടെ, നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമാകട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരാധനയിൽ